ഉണ്ട് എനിക്ക്. ഞാൻ കഴിഞ്ഞ 2 തവണയായിട്ട് ഔദ്യോഗികമായിട്ട് ഈ സീരീസിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഒട്ടനവധി സെഷനുകൾ പറയുകയും ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ച് ഇങ്ങനെ പലപോലും സംസാരിക്കുകയും ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ എന്നെ കേട്ടുകൊണ്ടിരുന്ന പലവരും ചോദിച്ചു അതിന് വേണ്ടിയിട്ടുള്ള സെന്ററുകൾ വേണം, അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തനം കൂടി വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ചിട്ട് ബാക്ക് ടു ഹാർമണി എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കേരളക്കരയിൽ മലയാളികൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. കണ്ണൂർ ആയതുകൊണ്ട് കണ്ണൂർക്കാർക്ക് മാത്രമെന്ന് കരുതണ്ട, ഇത് തുടക്കം മാത്രമാണ്. കേരളം ഒട്ടാകെ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധ്യതയെ അറിയിക്കുക എന്നുള്ളത് ഉദ്യമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എന്നോടൊപ്പം സുസജ്ജമായ ഒരു ടീം തന്നെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ ആമുഖമായി അത്രയും പറഞ്ഞുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സന്തോഷ സമയത്താണ് ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു എക്സ്ക്യൂസ് എടുക്കേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇതേ ദിവസം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പ്രോഗ്രാം ആ തിരക്കിന്റെ പുറത്ത് എനിക്കത് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആ സമയത്താണ് അവസാനം വിളിച്ച് പറയുന്നത്. വെരി സോറി ഫോർ ദാറ്റ്, സോറി, അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ്. ആ എക്സാക്ട് ടൈമിലാണ് ഞാൻ വിളിച്ച് പറയുന്നത് എനിക്കത് കഴിയില്ല എന്ന്. അപ്പൊ അത് സാബു സാർ ഹാൻഡിൽ ചെയ്തു എന്ന് തോന്നുന്നു ആ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ആ ടോപ്പിക്ക്. എന്തായിരുന്നാലും നമുക്ക് തുടർന്ന് മൂന്നാമത്തെ സെഷനായിട്ട് ഇന്ന് നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ തുടക്കം ഞാൻ പല ഏരിയകൾ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഇതിന്റെ പല വേർഷൻസും പല ആസ്പെക്ട്സും അതിന്റെ ഹോളിസ്റ്റിക് ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയുണ്ടായി. അപ്പൊ അതില് നമ്മള് അത് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്, ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷൻ ആണ്, ഒരു കാഴ്ചപ്പാടാണ് ഹോളിസം എന്ന് പറയുന്നത്. അത് ഹെൽത്തിൽ വരുമ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നും ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്നും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ സമഗ്രമായ വീക്ഷണം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ആകെത്തുകയെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് ഹോളിസ്റ്റിക് ഹെൽത്ത്. അപ്പൊ അതിൽ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഹോളിസ്റ്റിക് ഹെൽത്തിനെ നമ്മളെ സഹായിക്കുന്ന ഒരു തെറാപ്പി കഴിഞ്ഞ ആഴ്ച ഓറിക്കുലാർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ചെവിയുടെ റിസംബ്ലൻസ് ബോഡി ആകമാനം നമ്മുടെ ഇയറിൽ കാണുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് റിഫ്ലക്സോളജി എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇയർ റിഫ്ലക്സോളജിക്ക് അന്നത്തെ സ്പെഷ്യൽ എക്സ്പെർട്ട് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത്, അബൂബക്കർ സാർ. അപ്പൊ ഇന്ന് അതിന്റെ മറ്റ് തലം, റിഫ്ലക്സോളജി എന്ന് പറയുന്നത് വിശാലമായ ഒരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഐക്യ നാടുകളിലും യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലും വളരെയധികം ഫ്ലറിഷ് ചെയ്യപ്പെട്ട ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് റിഫ്ലക്സോളജി എന്നറിയപ്പെടുന്നത്. ഇന്നിപ്പോ നമുക്കറിയാം, നിങ്ങൾ തായ്ലൻഡിലും മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ വേർഷൻ അവിടെ വളരെ വളരെ കുടില വ്യവസായം പോലെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫുഡ് സ്പാകൾ നിങ്ങൾക്ക് കാണാം. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ തിയറി എന്ന് പറയുന്നത് അവര് റിഫ്ലക്സോളജിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ് റിഫ്ലക്സോളജി എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ചെറിയ ചുരുക്കം. അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് സോണോളജിയാണ്. ശരീരത്തെ രണ്ടായിട്ട് പകുത്തിട്ട് 5 മേഖലകൾ, ഒരു ഹാഫ് 5 ലെയർ ആക്കി ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് ലെഫ്റ്റ് ഹാഫും 5 ഡിവിഷൻ ആക്കുന്നു. റൈറ്റ് ഹാഫിനെയും 5 ഡിവിഷൻ ആക്കി 5 സോണുകളാക്കി തിരിക്കുന്നു. അതിനെ സോൺ തെറാപ്പി എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫിറ്റ്സ് ജെറാൾഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ MD എടുത്ത ഒരു വില്യം ഫിറ്റ്സ് ജെറാൾഡ് 1913 കൃത്യമായിട്ട് സോൺ തെറാപ്പി നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഏഷ്യന്റെ തലം എന്ന് പറയുന്നത് 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു തെറാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ അക്യുപ്രഷർ എന്ന് പറയുന്ന പുരാതന ചൈനീസ് മെഡിസിന്റെ ഒരു വേർഷൻ ആയിട്ട് ഭാരതത്തിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഫ്ലറിഷ് ചെയ്തതോടൊപ്പം തന്നെ അത് യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ ആര് സഹായിച്ചു? വില്യം ഫിറ്റ്സ് ജെറാൾഡ് എന്ന് പറയുന്ന ആള് ശരീരത്തെ 5 തലം സോണുകളായിട്ട് 2 വശത്തുമായിട്ട് അങ്ങനെ 10 സോണുകളായി മാറിയിരിക്കുന്നു എന്നുള്ള മേഖല ചികിത്സ എന്ന മലയാളത്തിലും സോൺ തെറാപ്പി എന്ന് ഇംഗ്ലീഷിലും അത് അറിയപ്പെടുന്നു. അപ്പൊ ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു അത് വന്നിട്ട്. അതിനുശേഷം അത് അവിടെ അങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റായ യൂനിസിംഗാം എന്ന് പറയുന്ന ലേഡി ഇതിനെ കുറച്ചുകൂടി ഒരു മൈക്രോ സിസ്റ്റത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി ഇതിനെ എങ്ങനെ ബോഡിയെ ഒരു കൈവെള്ളയിലേക്കും അല്ലെങ്കിൽ കാൽവെള്ളയിലേക്കും കൊണ്ടുവരാം
അങ്ങനെ കണ്ടുവന്നപ്പോൾ അതിനെ അവര് റിഫ്ലക്സോളജി എന്ന പേരിട്ടു. അപ്പൊ യൂനിസിംഗമാണ് ശരിക്കും ആ സോൺ തെറാപ്പീനെ റിഫ്ലക്സോളജി എന്ന പേരിലേക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ചികിത്സാ രൂപത്തിൽ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് അതിനെ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ അറിയുന്ന ഉത്തേജന ചികിത്സ എന്നാണ്. മർദ്ദപാദത്തിലെ പ്രത്യേക രൂപത്തിൽ മർമ്മ പ്രയോഗം നടത്തിക്കൊണ്ട് വിശ്രാന്തി നൽകുന്ന ട്രീറ്റ്മെന്റ്. ആ വിശ്രാന്തി നൽകുക മാത്രമല്ല, അതിൽ നമ്മുടെ ബോഡി സിസ്റ്റത്തിൽപ്പെട്ട ലിംഫാറ്റിക് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് വളരെ ഈവൻ അതിന് ക്യൂറേറ്റീവ് മെത്തേഡിൽ കൂടി അതിനെ സഹായിക്കുന്നു എന്ന് കാണുകയുണ്ടായി. അങ്ങനെ അത് മെല്ലെ മെല്ലെ അവിടെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു വേള റിഫ്ലക്സോളജിസ്റ്റിന്റെ മാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ശരീരത്തിൽ ആ പാദമർമ്മ അല്ലെങ്കിൽ കൈവെള്ളയിൽ അങ്ങനെ മർമ്മം കൊടുക്കുമ്പോൾ ബ്രെയിനിൽ കൊടുക്കുന്ന എഫക്ട് എന്ന് പറയുന്നത്, ഇമ്പൾസ് എന്ന് പറയുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ എന്താ പറയാ അതിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യുകയും യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളെ പോലും ലയിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് കൊടുത്തുകൊണ്ട് ഉത്തേജനം നൽകുകയും വിശ്രാന്തി നൽകുകയും ഒരു സാന്ത്വനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു തെറാപ്പി ആയിട്ടാണ് അത് ഫ്ലറിഷ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങളടുത്ത് മുമ്പ് ഇന്ന് സംസാരിക്കുന്നത് ഹീലർ ഹോളിസ്റ്റിക് പ്രാക്ടീഷണറായിട്ടുള്ള ശ്രീമതി ഹീലർ KJ ഫിലോമിനയാണ്. അവർ തൃശ്ശൂർ സ്വദേശിയാണ്. അവർക്ക് ഈ മേഖലയിൽ അവർക്ക് ഡബിൾ ഡിപ്ലോമ ഇതിനകത്തുണ്ട്. അക്യുപ്രഷർ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിൽ ഡിപ്ലോമ, ബയോ എനർജി ഹോളിസ്റ്റിക് സയൻസിൽ ഡിപ്ലോമ ഉണ്ട്, MD മാസ്റ്റർ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ ഉണ്ട്, ഡോൺ തെറാപ്പി കഴിഞ്ഞിട്ടുണ്ട്, തായ് യോഗ കഴിഞ്ഞവരാണ് അവര്, ടിബറ്റൻ മർമ്മ തെറാപ്പി കഴിഞ്ഞു, അതുപോലെ YNSA യാമാമോട്ടോ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു തെറാപ്പി അറിയുന്ന അവർക്കറിയാം, കോസ്മെറ്റിക് അക്യുപഞ്ചർ, അങ്ങനെ ഒട്ടനവധി ഓർക്കുലർ അക്യുപഞ്ചർ, റിഫ്ലക്സോളജി, റെയ്ക്കി, മുദ്ര, ഈവൻ നാട്ടുവൈദ്യം, നമ്മുടെ നാട്ടിന്റെ പച്ചില മരുന്നുകളെ കുറിച്ച് പോലും ചില അറിവുകൾ അവർക്ക് ഉണ്ട് എന്ന് കൂടി പറയുന്നു. ഒപ്പം ഈ അടുത്ത് തന്നെ ഇന്റർനാഷണൽ ആരോഗ്യ രത്ന അവാർഡ് അവര് ബാംഗ്ലൂരിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായി. നാഷണൽ APJ അബ്ദുൽ കലാം സമ്മാൻ അവാർഡ് കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായി. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവർ പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് KJ ഫിലോമിന. നമ്മുടെ ബാക്ക് ടു ഹാർമണി എന്ന വെൽനസ് സെന്ററിന്റെ ഒരു സന്തത സഹചാരി കൂടിയാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ റിഫ്ലക്സോളജിയുടെ മാപ്പിങ്ങിനെ കുറിച്ചും അതിന്റെ മറ്റു വേർഷനെ കുറിച്ചും ഈ നല്ലൊരു സദസ്സിനെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവരെ സ്വാഗതപൂർവ്വം ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഫിലോമിന മാഡം, പ്ലീസ് ടേക്ക് ഓൺ ദ നെക്സ്റ്റ്. താങ്ക് യു. ടേക്ക് യുവർ മൈക്ക് ആൻഡ് ഓൾസോ യുവർ വീഡിയോ. ഗ്രൂപ്പിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. വിധുൻ സാറ് ഞാൻ പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ആലോചിക്കുക എന്താ ഞാനിവിടെ പറയണ്ടേന്ന്. വളരെ സന്തോഷം വിധുൻ സാർ, നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഇന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു അവസരം സാർ ഒരുക്കി തന്നു. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി. ഈ ഒരു ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എല്ലാ മഹത് വ്യക്തികൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ എന്താ പറയാ, ഫിലോമിന മാഡം, ഗ്രൂപ്പിലുള്ള അനുവാചകരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്ന് പറയുന്ന സ്കൂള് കോട്ടയം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാബു സാറാണ്. അപ്പൊ അവരുടെ ഒരു വിങ് ഉണ്ട്. എല്ലാവരും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നവരുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് SRCയുടെ സ്റ്റുഡൻസ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. SRCയുടെ പഠിക്കുന്ന എന്റെ സ്വന്തം സ്റ്റുഡൻസ് ഇതിനകത്ത് കേൾക്കാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് രണ്ട് സ്റ്റുഡന്റ്, രണ്ട് മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. താങ്ക് യു. അപ്പം വളരെ സന്തോഷമുണ്ട് വിധുൻ സാർ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബാക്ക് ടു ഹാർമണിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റിഫ്ലക്സോളജിയാണ്. അതിനെക്കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വളരെ വിശാലമായിട്ട് തന്നെ നമ്മുടെ വിധുൻ സാർ ഇവിടെ
പറയുകയുണ്ടായി. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല. ഓക്കെ, നമുക്കിതിന്റെ പാർട്സുകളിലേക്ക് നമുക്ക് കിടക്കാം, ഇതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം റിഫ്ലക്സോളജി എന്ന് പറയുന്നത് എന്താണ് എന്ന ചെറിയൊരു രൂപം ഞാൻ ഇവിടെ തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റംസും നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾക്ക് റിഫ്ലക്സ് ആയിട്ട് ഒലിക്കുന്ന കുറെ ശരീരഭാഗങ്ങളുണ്ട്. ആ ശരീരഭാഗങ്ങളിൽ നമ്മൾ പ്രത്യേക തരം മർദ്ദം ചെലുത്തുകയും അവിടെ ചെറിയ ചെറിയ പ്രോബുകൾ കൊണ്ടും കയ്യിന്റെ വിരലുകൾ കൊണ്ടും മർദ്ദം ചലിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ നീക്കം ചെയ്യുക എന്നതാണ് ഈ റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്താണ് ഈ റിഫ്ലക്സോളജി നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുഖത്ത് റിഫ്ലക്സോളജി ഉണ്ട്, ചെവിയിൽ റിഫ്ലക്സോളജി ഉണ്ട്, മൂക്കിൽ റിഫ്ലക്സോളജി ഉണ്ട്, നാക്കിൽ റിഫ്ലക്സോളജി ഉണ്ട്, തലയുടെ ഭാഗത്ത് റിഫ്ലക്സോളജി ഉണ്ട്, കയ്യിൽ റിഫ്ലക്സോളജി ഉണ്ട്, കാലുകളിൽ റിഫ്ലക്സോളജി ഉണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ വിവിധ തരത്തിലുള്ള റിഫ്ലക്സോളജികളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റത്തെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അനാരോഗ്യം മാറ്റിയെടുത്ത് സർക്കുലേറ്ററി സിസ്റ്റത്തെയും അതുപോലെ തന്നെ ഇതര എല്ലാ സിസ്റ്റത്തെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇന്ന് നമ്മൾ റിഫ്ലക്സോളജിയിൽ ഫൂട്ട് റിഫ്ലക്സോളജി എന്ന രൂപേണ ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷത്തോടും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സിസ്റ്റത്തെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നമ്മളുടെ ശരീരത്തിനെ രണ്ടായി പിളർന്ന് ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്ന രൂപേണ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഈ ഫൂട്ട് റിഫ്ലക്സോളജി, ഇതിൽ ഇനിയും നമ്മളുടെ ഹാൻഡ് റിഫ്ലക്സോളജി ഉണ്ട്. അത് വേറൊരു വെർഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടി അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ വെറും ഫൂട്ട് റിഫ്ലക്സോളജിയുടെ മാത്രമാണ് പറയുന്നത്. ഇതിന്റെ മർമ്മം പോയിന്റുകളും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തേജിപ്പിക്കേണ്ട സ്ഥലങ്ങളും കയ്യിലും കാലിലും ഒരുപോലെ ആണെങ്കിലും ഇതിന്റെ രൂപ സാദൃശ്യം ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഫൂട്ട് റിഫ്ലക്സോളജിയെ കുറിച്ച് മൊത്തത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ട്, ഫൂട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഓർഗൻസിനെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, നമ്മളുടെ ഈ ഫൂട്ട് ഫൂട്ടിനെ ഇത്രയ്ക്കും പ്രാധാന്യമായിട്ട് തന്നെയാണ് നമ്മളുടെ റിഫ്ലക്സോളജിയിൽ ഫൂട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ നെർവ് സിസ്റ്റം ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസുകളെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ സ്പൈനൽ കൂടെ വരുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റവും ഒക്കെ വന്നിട്ട് എൻഡ് ആവുന്നത് നമ്മുടെ കൈ വിരലുകളിലും കാൽ വിരലുകളിലും ഒക്കെയാണ്. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സിസ്റ്റത്തിലും ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ നീക്കം ചെയ്ത് നമ്മളിലെ ആ ഒരു അനാരോഗ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫൂട്ട് റിഫ്ലക്സോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ശരീരത്തിലുള്ള സകല ഓർഗൻസുകളും നമ്മൾക്ക് നമ്മുടെ ഈ കാൽപാദത്തിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പം ഇപ്പൊ നമ്മള് രണ്ട് കാലുകളുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ രണ്ടായി നമ്മൾ പിളർന്നാല് നമ്മുടെ നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും തേർഡ് ഐ എന്നുള്ള ഒരു ഗ്ലാൻഡിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ രണ്ടായി പിളർന്നാൽ ആ രണ്ട് ഭാഗത്തിനെയുമാണ് നമ്മളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. രണ്ട് കാലുകളിനെയും ഈ പാദമർമ്മ ചികിത്സ അല്ലെങ്കിൽ റിഫ്ലക്സോളജിയിൽ മാത്രം നമുക്ക് രണ്ട് കാലിനെയും ഒരു ശരീരമായിട്ടാണ് കാണുന്നത്. സുജോക്കില് നമ്മൾ അങ്ങനെയല്ല, കയ്യിനെയാണ് ഫുൾ ബോഡി ആയിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഫൂട്ട് റിഫ്ലക്സോളജി രണ്ട് കാലിനെയും ഒരു ശരീരമായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്കിതിനെ ഒരു ഭാഗമായിട്ട് മാറ്റണം. ഇത് മേഖലകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള പോയിന്റ്സുകളെ കുറിച്ച് പറയാൻ നല്ല സുലഭമായിരിക്കും. എന്താണ് ഈ ഒരു ഫുള്ള് ഈ
റിഫ്ലക്സോളജിയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സകല ഓർഗൻസിന്റെ പാർട്ടുകളിനെയും നമുക്ക് ഈ റിഫ്ലക്സോളജിയിൽ നമുക്ക് പ്രതിഫലിക്കാൻ വലിച്ചു കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു മേഖലകളാക്കി മാറ്റാം. അങ്ങനെ മേഖലകളാക്കി മാറ്റുമ്പോൾ നമ്മളുടെ ഈ ഷോൾഡർ ഭാഗത്തിനെ മുകളിലേക്ക് ഒരു മേഖലയാക്കി മാറ്റുമ്പോൾ നമ്മുടെ ഫൂട്ടിൽ നമ്മുടെ ശരീരമാണ് പ്രതിബിംബിക്കുന്നത്. ശരീരം എന്ന് പറയുമ്പം നമ്മുടെ ഈ തമ്പ് ടോയ് കാണുന്നുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് തലഭാഗമായിട്ടും ഓക്കെ, അതിന്റെ സെന്റർ ഭാഗം പിങ്ക് കളറിൽ കാണുന്ന ആ സെന്റർ ഭാഗത്തിന്റെ മുകളിലേക്ക് ഡയഫ്രംത്തിന്റെ മുകൾ വശമെന്നും അതിന്റെ താഴോട്ട് നമ്മുടെ പെലിവിക്സ് ഏരിയ വരയ്ക്കും അതിന്റെ ഡയഫ്രത്തിന്റെ താഴോട്ടുള്ള ഭാഗം എന്നും അതിന്റെ താഴോട്ട് വേറെ ഒരു മേഖലയായിട്ടും നമ്മൾ തിരിച്ച് ഇതിനെ 4 പാർട്ടുകളാക്കി മാറ്റി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫൂട്ട് റിഫ്ലക്സോളജിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗറുകൾ എവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയാൻ കഴിയും. ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് ഫൂട്ട് ഉണ്ട്, റൈറ്റ് ഫൂട്ട് ഉണ്ട്. രണ്ടിലും കാണപ്പെടുന്ന അവയവങ്ങളുമുണ്ട്, ഒന്നിൽ മാത്രം കാണപ്പെടുന്ന അവയവങ്ങളും നമുക്ക് കാണാൻ കഴിയും. എന്തോ പിക്ചർ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ടല്ലോ. ബിദുനെ ഒന്ന് പിൻ ചെയ്താൽ മതി. ബിദുന്റെ ആ ഭാഗം ഒന്ന് പിൻ ചെയ്താൽ മതി. പിക്ചർ കാണിക്കുന്നുണ്ട്. ബിദുൻ സാറാണ് കാണിക്കുന്നത്. കാണാൻ പറ്റുന്നില്ല അല്ലേ? അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, പിൻ ചെയ്യുക. ബിദുന്റെ ആ വീഡിയോ ആ കാണുന്നത് പിൻ ചെയ്താൽ മതി. എന്റെ റൈറ്റ് സൈഡിൽ 3 കുത്തുണ്ട്. ആ കുത്തൽ ക്ലിക്ക് ചെയ്താൽ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനൊന്ന് ഷെയർ ചെയ്യാമോ? സർ ഞാനേ നോക്കട്ടെ. ഷെയർ ചെയ്യാമെങ്കിൽ കാണാൻ എളുപ്പമുണ്ട്, ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇത് കാണുന്നുണ്ടോ സാർ? പക്ഷെ അത് ഓക്കെ, അത് കാണാതിരിക്കും. ചെയ്തോളൂ. ഓക്കെ, ഞാൻ എന്റെ മൊബൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്റെ കമ്പ്യൂട്ടർ കേടായിരിക്കുകയാണ്, അപ്പൊ മൊബൈലിലാണ് ഷെയർ ചെയ്യുന്നത്. കാണാൻ കഴിയുന്നുണ്ടോ എന്ന് വിശ്വസിക്കും. അതെല്ലാം ചെറുതായിട്ടാണ് കാണുന്നത്. പിൻ ചെയ്താൽ കാണും. അപ്പൊ ഫിലോമിന മാഡത്തിനെ പിൻ ചെയ്യുവാണെങ്കിൽ അത് നല്ലോണം കാണാൻ സാധിക്കും. ഒന്ന് പിൻ ചെയ്താൽ സാർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ആ ബിദുന്റെ 3 കുത്തില് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് 3 കുത്തിൽ ഒരെണ്ണം പിന്ന, ആ പിന്നിൽ ഓപ്ഷൻ ഉണ്ട്. ആ പിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓഡിയൻസ് ആണോ പിൻ ചെയ്യേണ്ടത്? ഓഡിയൻസ് നമ്മളാണ്. ഓക്കെ ബിദുന്റെ അല്ലേ? അതെ, ബിദുന്റെ. ഇപ്പം ഫിലോമിന മാമിനാണ്. ഇപ്പം ഞാന് പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സാറ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നു എന്ന് ഓക്കെ. അപ്പം നമ്മള് ആദ്യത്തെ മേഖലയായ ഷോൾഡർ ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ നിന്നാണ് നമ്മൾ ഷോൾഡർ ഭാഗം തുടങ്ങുന്നത്. ഈ ഭാഗം, ഇതിനെ ഇങ്ങനെ ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ ഭാഗമായി കാണാൻ കഴിയും. സാർ ഇത് വ്യക്തമാകുന്നുണ്ടോ സാർ ഞാൻ കാണിക്കുന്നത്? യെസ്. ഇവിടെ നിന്നും മുകളിലേക്കുള്ള ഭാഗം ഇതാണ്. നമ്മുടെ ഷോൾഡറിൽ നിന്നും മുകളിലേക്ക് തലയിലെ എല്ലാ ഭാഗത്തിനെയും നമുക്ക് ഈ 5 ഫിംഗറിലും നമുക്ക് നമ്മുടെ പിന്നെ ഹെഡ് പ്രൊജക്റ്റ് ആവുന്നുണ്ട്, ഈ ഭാഗം മൊത്തം. അപ്പം ഇവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പോയിന്റ് കൊടുത്തിരിക്കുന്ന ഇവിടെ പിറ്റ്യൂട്ടറി ആണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് സംബന്ധിച്ച ഈ ഗ്ലാൻഡ് ഒരു പ്രോബ് എടുത്ത് പറയാവോ? ഡെഫിനറ്റ്ലി. സാർ കാണുന്നുണ്ടോ സാർ? ക്ലിയർ ആയിട്ട് കാണാമല്ലേ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഈ ഏരിയ, ഇവിടെ നിന്നും ഇത്രയും ഏരിയ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഹെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ഇത്രയും ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതില് ഈ പച്ച കളറിൽ കാണുന്ന ഈ പോയിന്റ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ എൻഡോക്രൈൻ സിസ്റ്റങ്ങളിനെയും സഹായിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എൻസൈംസിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഈ മുകളിൽ കാണുന്ന വട്ടാകൃതിയിലുള്ളതാണ് ഹെഡിന്റെ. അപ്പം ഈ എല്ലാ ഹെഡിന്റെയും മുകളിലത്തെ ഏറ്റവും മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് സൈനസിന്റെ എല്ലാ ഫിംഗറിന്റെയും മുകളിലായിട്ട് നമുക്ക് സൈനസിന്റെ ഒരു
ഇത് ചിഹ്നം കാണാം. ഈ സൈനസസ് എന്റെ പ്രോബ്ലംസ് ഉള്ളവർക്കും പിന്നെ അല്ലാതെ തന്നെയും നമ്മുടെ ബോഡിയിൽ ഈ എല്ലാ ഭാഗത്തും ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മർദ്ദം നൽകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൈനസൈറ്റിസ് പോലത്തെ, അതുപോലെ തന്നെ റണ്ണി നോസ്, അതുപോലെ ഇച്ചിങ്, അതുപോലെ പിന്നെ സ്നീസിങ് പോലത്തെ പ്രോബ്ലംസിനെ നമ്മൾക്ക് ഇതിൽ നിന്നും ദൂരീകരിക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മേഖലയിൽ വരുന്ന പോയിന്റ് ആണ് ഇവിടെ കാണുന്ന ഇത്. ആദ്യത്തെ പിന്നെ തള്ളവിരലിനോട് ചേർന്നിട്ടുള്ള 2 വിരലുകളുടെയും നടുവിലാണ് നമുക്ക് ഐ പോയിന്റ് കാണാൻ കഴിയുന്നത്. ഇത് 2 കാലുകളിലും നമുക്ക് കാണാൻ കഴിയും. അത് ഇതിന്റെ നടുക്കായിട്ടാണ് നമ്മൾക്ക് ഐ പോയിന്റ് കാണാൻ കഴിയുന്നത്. ഈ ഐ പോയിന്റിൽ നമ്മൾക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഇവിടെ മർദ്ദം ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ശമനം ലഭിക്കുന്നതായിരിക്കും. ഐ പോയിന്റ് എന്ന് പറയുമ്പം അത് നമ്മുടെ ലിവറുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ലിവറിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ലിവറിന്റെ ബൾജിങ്, ലിവർ സംബന്ധമായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലംസിനും നമ്മൾക്ക് ഈ കണ്ണില് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അപ്പം മഞ്ഞപ്പിത്തം പോലത്തെ മാരകമായിട്ടുള്ളതും, അതുപോലെ തന്നെ ലിവറിനെ ബാധിക്കുന്ന ഒട്ടനവധി മറ്റു രോഗങ്ങൾക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മളുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ തന്നെ വേറെ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് മർദ്ദം ചെലുത്തിയാൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 വിരലിന്റെയും നടുവിലായിട്ട് ഈ ഒരു റെഡ് മാർക്ക് കാണുന്നുണ്ട്. ഈ പോയിന്റ് ആണ് ഇയർ പോയിന്റ്, അതായത് ചെവിയുടെ ഭാഗം. ചെവി നമ്മളുടെ കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ചെവിന്റെ ഉള്ളിലുള്ള ഇച്ചിങ്, ഒരു ഡ്രൈനസ്, ചെവിയിൽ കൂടെ വാക്സ് വരിക, അതുപോലെ തന്നെ പിന്നെ പ്രത്യേകതരം മാർക്ക് കാണുക, ഒരു മോൾ കാണുക, അല്ലെങ്കിൽ ചെറിയ തടിപ്പുകൾ കാണുക, അങ്ങനത്തെ അവസ്ഥ ചെവിയിൽ കണ്ടുവരുമ്പം നമ്മൾക്ക് അനുമാനിക്കാം നമ്മുടെ കിഡ്നിക്ക് എന്തോ ചെറിയ തകരാറുണ്ട് എന്ന് അനുമാനിക്കാം. അത് കൂടാതെ തന്നെ നമ്മുടെ ചെവിക്ക് അല്ലാതെ തന്നെ ഒരുപാട് പിന്നെ വിൻഡ്, കോൾഡ്, ഹീറ്റ്, അങ്ങനെയുള്ള പിന്നെ എക്സ്റ്റേണൽ പാത്തോജൻസ് എല്ലാം നമ്മുടെ ചെവിക്കുള്ളിലേക്ക് കടന്നു പോയിട്ട് അങ്ങനെയും നമുക്ക് ചെവിയുടെ ഭാഗത്ത് ചെവി കേൾക്കാഴ്മ, ടിന്നിറ്റസ്, അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്ത് വരുന്ന ഒട്ടനവധി മറ്റ് കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ചെവിയുടെ ഭാഗം നമ്മൾ മർദ്ദം ചെലുത്തിയാൽ മതി. ഈ ഭാഗത്തേക്ക് മെല്ലെ മർദ്ദം ചെലുത്തിയാൽ നമുക്ക് അവിടെ അതിന്റെ അസുഖത്തിനുള്ള മാറ്റം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ട്യൂബ് പോകുന്നുണ്ട്, എസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. ആ ട്യൂബ് ഈ എല്ലാ പോയിന്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന എല്ലാ നെർവ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പോയിന്റ് ആണ്. അത് ആ പോയിന്റ് എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ ഈ പോയിന്റിനും നടുവിലായിട്ട് വരും ഈ പോയിന്റ്. ഓക്കെ, എല്ലാ വിരലുകളിലും നമുക്ക് ആ പോയിന്റ് കാണാൻ കഴിയും. അവിടെ ചെറുതായിട്ട് വലുതായിട്ടല്ല, നമുക്ക് വളരെ പതുക്കെ മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾക്ക് അതിൽ നിന്നും ക്ലിയർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ലെവലിൽ വരുന്ന ആ പോയിന്റ്സുകൾ, പിന്നെ ഇതിൽ ഒരുപാട് വേറെ പോയിന്റ്സുകളും ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ഇതൊരു പ്രീ വെബിനാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയ രൂപരേഖ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പം ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇനിയും ഒട്ടനവധി പോയിന്റുകൾ ഉണ്ട്. ഈ പോയിന്റുകളിനെ നമ്മൾക്ക് മെമ്മറി ബൂസ്റ്റർ ആയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന ഈ എന്താ പറയാ, നമ്മുടെ തമ്പിൽ തന്നെ, ടോളിൽ തന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി അസുഖങ്ങൾക്ക് നമ്മൾക്ക് ശമനം നൽകുന്നതായിരിക്കും. ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമ്മളുടെ കെട്ടിക്കിടക്കുന്ന, തടസ്സമായിട്ട് കിടക്കുന്ന ഈ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സിന്റെ പ്രവർത്തനം കൂട്ടുകയും അതിമൂലം നമ്മൾക്കുണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ തടസ്സം മാറുകയും സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുകയും നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ്, ഫ്ലൂയിഡ്, മിനറൽസ്, അങ്ങനെ വേണ്ട ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും ലഭിക്കുകയും അതിൽ നിന്നും രോഗശമനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രവർത്തനം. അത് നമ്മളിപ്പോ ഒരു മേഖല എന്ന രീതിയിൽ ആ ഒരു ഭാഗത്തിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് കടക്കാം. അടുത്ത മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ പിങ്കുമായിട്ട് രണ്ട് ഫൂട്ടിലും നമ്മൾക്ക് കാണാൻ കഴിയും. ഈ പിങ്ക് ഭാഗത്തിലായിട്ട് കിടക്കുന്നതാണ് എന്താ പറയുന്നത് രണ്ടാമത്തെ മേഖല. രണ്ടാമത്തെ മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ
അപ്പോ ഈ ആദ്യത്തെ മേഖലയിൽ തന്നെ നമ്മൾക്ക് പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ആണ്. തൈറോയിഡും ആദ്യത്തെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പാരാതൈറോയിഡും ആദ്യത്തെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ 2 പോയിന്റിനെയാണ് നമ്മൾ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഒരുപാട് നമ്മളുടെ ശരിക്കും ശരീരത്തിന്റെ പ്രവർത്തനത്തെ, നമ്മുടെ പമ്പിങ്ങിനെ, നമ്മുടെ ശരീരത്തിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തെ, നമ്മുടെ ശരീരത്തിന്റെ ഫുള്ള് ഊർജത്തെ, നമ്മുടെ ശരീരത്തിനെ ഫുള്ള് ആരോഗ്യവാനാക്കി നിലനിർത്താൻ കഴിയുന്ന അവയവങ്ങളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് ഹാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലങ്സ് വരുന്നുണ്ട്. അപ്പം 2 ഭാഗത്തുമായിട്ടാണ് നമുക്ക് ഈ 2 അവയവങ്ങളുടെയും കാണാൻ കഴിയുന്നത്. ഓക്കെ, അതിനോടനുബന്ധിച്ച് നമുക്ക് ഹാർട്ടിനെ ഒരു പിന്നെ മന്ത്രിയെ പോലെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അവയവം കൂടി നമുക്ക് അതിനിടയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അത് ഏത് അവയവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിക്കാർഡിയം എന്ന് പറയുന്ന അവയവമാണ്. ഈ പെരിക്കാർഡിയം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അത് അക്യുപഞ്ചറിൽ മാത്രമാണ് നമ്മൾ അവയവമായിട്ട് അത് കണക്കാക്കിയിട്ടുള്ളൂ. കാരണം എന്തെന്നാൽ നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന ഒട്ടനവധി പിന്നെ ബാധിപ്പുകളെ, ഹാംസിനെ തടഞ്ഞു നിർത്തി ഹാർട്ടിനെ എല്ലാ രീതിയിലും അറ്റാക്കിൽ നിന്നും മറ്റുള്ള അവയവങ്ങൾ അയക്കുന്ന ഇമോഷൻസിൽ നിന്നും നമുക്ക് മറ്റ് രീതിയിൽ പല രീതിയിലും കിട്ടുന്ന വ്യാധികളിൽ നിന്നും നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവയവമായിട്ടാണ് നമ്മൾ പിന്നെ പെരിക്കാർഡിയം എന്ന് പറയുന്ന അവയവത്തെ നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ലങ്സ്, ഈ ഏരിയയിലാണ് നമുക്ക് ലങ്സിനെ കാണാൻ കഴിയുന്നത്. ലെഫ്റ്റും റൈറ്റുമായിട്ട് ലെഫ്റ്റിലേക്ക് കുറച്ച് കൂടുതൽ ചെരിഞ്ഞിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഹാർട്ട് ലെഫ്റ്റിലേക്ക് കുറച്ച് കൂടുതൽ ചരിവ് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ സ്ഥലത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ട് ചരിഞ്ഞിട്ടാണ് നമുക്ക് ഹാർട്ടിനെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലുമായിട്ട് ലങ്സ് ഉണ്ട്. ലങ്സിന്റെ പ്രവർത്തനം അറിയാമല്ലോ. ലങ്സ് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡിന്റെ ഫ്ലോ, അതുപോലത്തെ പിന്നെ ശരീരമാസകലമുള്ള ബ്ലഡിന്റെ ഫ്ലോ നടക്കില്ല. അപ്പം ലങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും അതുപോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോ ത്വരിതപ്പെടുത്തുകയും ഫ്ലൂയിഡ്സ്, ബ്ലഡ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ സ്ഥലത്തും പ്രോട്ടീൻസും മിനറൽസും അതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളെ എത്തിക്കുകയും ഒരു പ്യൂരിഫയർ എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനെ എല്ലാ രീതിയിലും നിലനിർത്താനും നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഈ ലങ്സിനെ നമ്മൾ ഉത്തേജിപ്പിക്കാൻ ഈ ഏരിയ, ഈ പിങ്ക് കളറിൽ കാണുന്ന, റെഡ് കളറിലും പിങ്ക് കളറിലും ഒക്കെ ആയിട്ട് കാണുന്ന ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യണം. ഇവിടെ ചെറുതായിട്ടുള്ള മർദ്ദം, നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഈ രീതിയിലുള്ള മർദ്ദം, ഇങ്ങനെയുള്ള മർദ്ദം നമ്മൾ 2 സൈഡിലും ചെറുതായ രീതിയിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ അതിനെ ഉത്തേജിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡില് ബ്ലൂ കളറിലായിട്ട് കാണുന്നത് നമ്മുടെ പിന്നെ ഷോൾഡർ ഭാഗമാണ്. ഈ ബ്ലൂ കളറായിട്ട് കാണുന്നത് ഷോൾഡർ ഭാഗമാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നത് നമ്മുടെ ഷോൾഡർ ഭാഗമാണ്. കൈയിന്റെ ആദ്യത്തെ ഷോൾഡർ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഈ ഏരിയ ഇത് തൈമസ് ആണ്. തൈമസ് ഗ്രന്ഥിയെ നമ്മൾക്ക് ഉത്തേജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കുന്നു. അങ്ങനെ ഈ 2 ഭാഗത്തുമായിട്ട് നിലകൊള്ളുന്ന ഈ അവയവങ്ങളെ 2ാമത്തെ മേഖലയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത മേഖലയിലേക്ക് നമുക്ക് കടന്നു കഴിയുമ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഏറ്റവും അധികം, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് പിന്നെ സ്കിൻ ആണെങ്കിലും ഉള്ളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണപ്പെടുന്ന ഏറ്റവും വലിയതായിട്ടുള്ളത് ഏരിയനെ അലങ്കരിക്കുന്നത് നമ്മുടെ ലിവറാണ്. ഓക്കെ, ലിവറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ചല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു 501ഓളം പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ അത് നിർവഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ അത് ഗ്ലൈക്കോജനാക്കി മാറ്റി ഗാൾ ബ്ലാഡറിൽ സൂക്ഷിച്ചു വെക്കുകയും അത് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് ആവശ്യം വരുമ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി പിന്നെയും നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മളുടെ ഇതര അവയവങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളിനെ നീക്കം ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ എല്ലാത്തിനെയും പുറന്തള്ളി നമ്മുടെ ശരീരത്തിലെ മൊത്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ.
ആ ലിവറിനെയാണ് നമ്മൾക്ക് ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. പറയണേ, നട്ടലും കൂടെ പറയണം കേട്ടോ. ശരി. പിന്നെ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ, അത് തീർച്ചയായിട്ടും പറയും സാർ. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഈ ലിവറിനെ നമ്മൾ ഇവിടെ കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് അതില് അടുത്ത് പറയാനുള്ളത് നമ്മുടെ കിഡ്നിയുടെ ഒരു പോർഷൻ ആണ്. കിഡ്നിയുടെ പോർഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമുക്ക് കിഡ്നിനെ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ, ഈ ബ്ലൂ കളറിന്റെ റെഡ് മാർക്കായിട്ട് കാണാൻ കഴിയുന്ന കിഡ്നി, അതിന്റെ ഈ ഭാഗത്തായിട്ടാണ് യൂറിനറി ബ്ലാഡർ. ബ്ലൂ കളറിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. കിഡ്നിയിൽ നിന്നും പിന്നെ യുരേത്ര വഴി വന്ന് യൂറിറ്ററിലേക്ക് നമുക്ക് ഇവിടെ യൂറിറ്ററിൽ നിന്ന് വന്ന് യുരേത്രയിൽ അവസാനിക്കുന്ന ഈ യൂറിനറി ബ്ലാഡറിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. കിഡ്നിയുടെ പ്രവർത്തന സ്റ്റൈലും അതിന്റെ മുഖ്യത്വവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള പിന്നെ വാട്ടർ കണ്ടന്റിനെയും അതുപോലെ തന്നെ ബ്ലഡിനെയും ഒക്കെ പ്യൂരിഫൈ ചെയ്ത് അതിലത്തെ വേസ്റ്റ് പ്രൊഡക്റ്റിനെ വേസ്റ്റ് ആക്കി മാറ്റി അതിനെ എന്താ പറയാ വാട്ടർ കണ്ടന്റ് ആക്കി നമ്മളുടെ യൂറിനറി ബ്ലാഡറിലേക്ക് അയക്കുന്നു. അത് മാത്രമല്ല ഒരു ചെറിയ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കിഡ്നിനെ പറയുന്നു. അതുപോലെ അഡ്രിനൽ ഗ്ലാൻഡ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഗ്ലാൻഡ് ആണ്. ആ അഡ്രിനൽ ഗ്ലാൻഡിന് നമുക്ക് ഇവിടെ കാണപ്പെടുന്നത് കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണുന്ന ഗ്ലാൻഡ് ആണ്. ഈ ഗ്ലാൻഡ് ആണ് നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ പിന്നോട്ട് വരണോ എന്നുള്ള ആ ഒരു സംശയാസ്പദമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു പേടിച്ചു. ആ പേടിക്കുന്ന സന്ദർഭത്തിൽ ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ഓടണോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയണോ എന്നുള്ള ആ ഒരു പ്രവണതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അപ്പം അഡ്രിനൽ ഗ്ലാൻഡ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ആ ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലത്തെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായകരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കിഡ്നിയുടെ ഈ പോർഷനാണ്. ഇവിടെയായിട്ട് കിഡ്നിയുടെ പോർഷൻ വരുന്നു. പിന്നെ നമ്മൾക്ക് സ്റ്റൊമക്കിന്റെ കാര്യം പറയാനാണ്. സ്റ്റൊമക്ക് ഏറ്റവും സെൻട്രലായിട്ടാണ് സ്ഥിതി കൊള്ളുന്നത്. ആ സ്റ്റൊമക്കിന്റെ ഭാഗമാണ് നമുക്കിവിടെ പച്ച കളറിൽ കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. കണ്ടില്ലേ സ്റ്റൊമക്ക്? ഈ സ്റ്റൊമക്ക് ഇവിടെ നിന്നും ഏറ്റവും സെൻട്രൽ ഇവിടെ നിന്നും ആരംഭിച്ച് അത് പിന്നെ എന്താ പറയാ ലെഫ്റ്റ് സൈഡിൽ നിന്നും ആരംഭിച്ച് അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് എത്തി അവിടെ ഒരു കാൽഭാഗം ഒരു അരഭാഗം അങ്ങനെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റൊമക്ക് നിൽക്കുന്നത്. ഈ സ്റ്റൊമക്ക് അറിയാലോ, ഒരു അമ്മയെ പോലെയാണ് നമ്മുടെ സ്റ്റൊമക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്ത് അവിടെ ഇടുന്നു അത് അവര് സ്വീകരിക്കും. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനം അവിടെ ഇട്ട് അവരെ നന്നായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളിനെ നമ്മുടെ ശരീരത്തിൽ തരുന്നു. അനാവശ്യമായിട്ടുള്ള സംഗതികളിനെ നമ്മൾ അവിടെ നിറച്ച് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് അത് പ്രകടമാവുകയും നമ്മളുടെ എലിമിനേഷൻ പ്രക്രിയ, അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം, നമ്മുടെ നെർവ് സിസ്റ്റം, അങ്ങനെ എല്ലാ സിസ്റ്റത്തിലേക്കും ഈ ഒരു ബാധിപ്പ് നമ്മുടെ ശരീരമാസകലം ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു പാർട്ടാണ് ഈ രണ്ട് ഭാഗത്തുമായിട്ട്, രണ്ട് കാലിലും ഇതിന്റെ ഭാഗമുണ്ട്, രണ്ട് കാലിലുമായിട്ട് നമ്മൾ ഉത്തേജിപ്പിക്കുകയും വേണം. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയാനുള്ളത് പിന്നെ ഇത് ഈ ഇവിടെ ഒരു പിങ്ക് കളർ ഓറഞ്ച് കളറിൽ നമുക്ക് കാണുന്നത്, എന്റെ ഇതിനകത്ത് ഓറഞ്ച് കളറായിട്ട് കാണുന്ന കണ്ടില്ലേ ഈ ഒരു പോർഷൻ, ഇതാണ് ലാർജ് ഇൻഡസ്റ്റൈന്റെ പോർഷൻ. ഈ ലാർജ് ഇൻഡസ്റ്റൈൻ രണ്ട് കാലിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ തുടക്കമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ. ഇവിടെയാണ് നമ്മൾക്ക് ബൾജിങ് ഉണ്ടാവാറുള്ളത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൾജിങ്ങിന് സാധ്യതയുള്ള ഒരു പോർഷൻ ആണ് ഈ ഭാഗം. അപ്പൻഡിസൈറ്റിസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഭാഗത്ത് നമ്മൾ ശരിക്കും ഒരു മർദ്ദം മുകളിലേക്ക് ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ അപ്പൻഡിസൈറ്റിസിന് ശമനം ഉണ്ടാവുകയും വയറുവേദന പോലത്തെ പ്രോബ്ലങ്ങൾ പിന്നെ എന്താ പറയാ സോൾവ് ചെയ്യാനും ഈ ഒരു പോർഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ, അപ്പൊ അങ്ങനെ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ മർദ്ദം ചെലുത്തണം. എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ആ പോർഷൻ കൃത്യമായിട്ട് നോക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയാണ് ഇതിന്റെ മർദ്ദം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, കയ്യിലൊരു പിന്നെ എന്തോ പറയാ ഒരു പ്രഷർ നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ കാണപ്പെടുന്ന ഈ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നതിന്റെ പ്രവർത്തനം നമ്മൾക്കറിയാം. എല്ലാ വേസ്റ്റുകളിനെയും ലാർജ് ഇൻഡസ്റ്റൈൻ
പുറന്തള്ളപ്പെടുന്നു. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ എന്താ പറയാ ബാക്ടീരിയസിനെ ഒക്കെ ഹോൾഡ് ചെയ്യുന്നതും ആ ബാക്ടീരിയസിന് മൂലം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉള്ള എലിമിനേഷൻ പ്രക്രിയ നടത്താനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു അവയവമാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുന്നത് ഒരു പ്രക്രിയയും കൃത്യമായിട്ട് നടക്കില്ല. നമ്മളെല്ലാം ബൾജ് ചെയ്ത് പൊട്ടി നശിച്ചു പോകും. എന്തെന്ന് വെച്ചാൽ അതാണ് ഈ എലിമിനേഷൻ പ്രക്രിയ നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രക്രിയയും നടക്കാൻ സാധിക്കില്ല. അപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എലിമിനേഷൻ പ്രക്രിയ. അത് നിർവഹിക്കുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഇതാക്കണ്ട ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാമെന്നാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഇത് ഓരോരോ അസെൻഡിങ് കോളം ഉണ്ട്, ഡിസെൻഡിങ് കോളം ഉണ്ട്. അങ്ങനെ ഇത് വിവിധ തരത്തിലുള്ള ഈ ഏരിയ വന്നിട്ടാണ് നമ്മൾ രക്തം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമുക്ക് രക്തമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പൊ നമ്മുടെ വേസ്റ്റ് പുറത്തു പോകുന്ന ഭാഗമാണ് ഈ ഏരിയ. നമ്മൾ കൃത്യമായിട്ട് ഈ ഭാഗത്ത് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ശോധനയ്ക്ക് ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ശോധന വരുന്നില്ലെങ്കിൽ ഈ ഏരിയയിൽ മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വയറ്റിൽ നിന്ന് പോകും. ഉറപ്പാണത്. ഓക്കെ, അത് എനിക്ക് അനുഭവം ഉണ്ട്, ഉറപ്പാണത്. ഓക്കെ, അപ്പം ഇതിനിടയിൽ നമ്മൾക്ക് വേറെ 2 അവയവങ്ങളെ കൂടി പരിചയപ്പെടാം. ആ അവയവങ്ങളാണ് ഇവിടെ സ്പ്ലീനും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡും പാങ്ക്രിയാസുമായിട്ടൊക്കെ ഇത് പാങ്ക്രിയാസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്പ്ലീനും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ 2 തരത്തിൽ കാണുന്ന ഈ അവയവങ്ങൾ ഉണ്ടല്ലോ, ഈ അവയവങ്ങളിനെ നമുക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു അവയവമാണ്. ഈ നമ്മുടെ ശരീരത്തിൽ കൃത്രിമമല്ലാതെ ഇൻസുലിൻ പിന്നെ ഉത്പാദിപ്പിച്ച് നമ്മുടെ കിഡ്നിക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അവയവമാണ് പാങ്ക്രിയാസ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പാങ്ക്രിയാസിനെ കുറിച്ച് ആരും ബോധവാന്മാരല്ല. കാരണം എന്തെന്നാല് ഇന്ന് നമുക്ക് നിലവിൽ ലഭിക്കുന്ന കുറച്ചെന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് വില വെക്കാതെ കൃത്രിമമായിട്ട് ഇൻസുലിൻ കുത്തിവെച്ച് നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നിയുടെ ഒരു പ്രവർത്തനത്തിന് അത് നശിപ്പിച്ചു കളയുന്നു എന്നതാണ് എൻ്റെ വാദം. അങ്ങനെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇനിയും ഇതിനോടനുബന്ധിച്ച് ഒരുപാട് അവയവങ്ങൾ ഇനിയും ഉണ്ട്. ഒരുപാട് അവയവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത്. ഇനി നമ്മളുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ഇത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മളുടെ ആഹാരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ സ്പ്ലീനും ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. സ്പ്ലീനിനെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സ്പ്ലീനിനെ കാണാൻ കഴിയുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് പിന്നെ ലിവറിനെയും ഗോൾ ബ്ലാഡറിനെയും കാണാൻ കഴിയുന്നു എങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് സ്പ്ലീനിനെ കാണാൻ കഴിയുന്നു. 2 സൈഡിലേക്കുമായിട്ടാണ് 2 കിഡ്നികളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് കിഡ്നികളെ കാണാൻ കഴിയുന്നു. സ്പ്ലീന് ഒരു പിന്നെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ശരീരത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. സ്പ്ലീൻ ഇല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് മാരകമായ അസുഖങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് നമ്മളുടെ ശരീരഘടനയിൽ തന്നെ. സ്പ്ലീൻ ആണ് നമ്മൾ ഡയഫ്രം കൂടെ പറഞ്ഞോളൂ. ഡയഫ്രം ഈ കാണുന്നതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് 3 തരത്തിലുള്ള ചൂടുകളിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഒരു സംഭവം നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഡയഫ്രം ഏരിയയില് നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഒരു തള്ളിച്ച കൊടുക്കുന്നതും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഒരു തള്ളിച്ച കൊടുക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള 3 ഘടനയിലും ചൂടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അവയവമായിട്ടാണ് നമ്മുടെ ഈ TCM നമ്മൾ പറയുന്നത്. ഈ റെഡ് കളറിൽ കാണുന്ന ഈ കോട്ടിംഗ് ആണ് നമുക്ക് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലേക്കുള്ളത് അപ്പറും അതിന്റെ താഴേക്കുള്ളതും ബിലോ ദ ഡയഫ്രം എന്നും അപ്പർ ദ ഡയഫ്രം എന്നും ഉള്ള പേരിൽ അറിയപ്പെടുകയും ഈ ഡയഫ്രം നമ്മുടെ ശരീരത്തിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾക്ക് ഇവിടെ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഇവിടെ നീ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാലും കാൽമുട്ടുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഏരിയയിലൊക്കെ ഇത് ഇവിടെ ചിത്രത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ പിന്നെ ഓഫ്ലൈനിൽ ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇതിന്റെ കൂടുതലായിട്ടുള്ള വിശദങ്ങളും ഇതിന്റെ നോട്ട്സും ഇതിന്റെ ചികിത്സാ രീതിയും ഇതിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം രോഗത്തിന് ശമനം ഉണ്ടാകുന്നു എന്നും പിന്നെ മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. ഇത് ചെറിയൊരു മേഖലയല്ല, വളരെ ബിഗ് മേഖലയാണ്. പിന്നെ ഇതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിന്റെ ഒരു വലിയൊരു പിന്നെ കാഴ്ചപ്പാടാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിന്റെയും മെയിൻ പോഷകം അല്ലെങ്കിൽ മെയിൻ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ നെർവ് സിസ്റ്റം ആണ്. നെർവ് സിസ്റ്റം ആണ് നമ്മുടെ എന്താ പറയാ സ്പൈനൽ കോഡിലൂടെ എല്ലാ സ്ഥലത്തേക്കും ഓരോരോ നെർവ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വളരെ ഭംഗിയായിട്ട് ദൈവം തമ്പുരാൻ ഈ ഒരു എന്താ പറയാ ഒരു സൃഷ്ടി നടത്തിയിരിക്കുന്നത്. നമ്മുടെ കാലുകളിൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്ര ഘോരഘോരമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നട്ടെല്ലിനെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് രണ്ട് ഭാഗത്തുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ നട്ടെല്ല് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഒരു സൈഡിലായിട്ട് പറയാം. നമ്മൾ ഇതിനെ രണ്ടായിട്ട് പിളർന്ന് അതിന്റെ നടുഭാഗത്ത് വൃത്തിയുള്ള ഡയഗ്രാം ഞാൻ കാണിക്കുന്നുണ്ട്. കാണിച്ചോളൂ സാർ, കാണിച്ചോളൂ. ഞാൻ കാണിച്ചോളൂ സാർ. നട്ടല് പറഞ്ഞോളൂ. നട്ടലിന്റെ ഡയഗ്രാം കാണിക്കുന്നുണ്ടോ സാർ? പക്ഷെ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ബിഥുൻ നോക്കിയാ മതി. ഓക്കെ ആയിക്കോട്ടെ സാർ, അത് അവിടെ കാണിച്ചോളൂ. നട്ടലിന്റെ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ മുകളിൽ പെൻസിലിട്ട് വരച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ സാർ, അത് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഞാൻ എന്റെ ഇതിൽ കാണിക്കുന്നു. അത് പക്ഷെ അതിൽ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ബിഥുൻ സാറിന്റെ ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. ബിഥുൻ സാർ, ഓക്കെ ബിഥുൻ സാറിന്റെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു നിമിഷം ഞാൻ നോക്കട്ടെ. ബിഥുൻ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ബിഥുന്റെയാണ് ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്തിരിക്കുന്നത്. ബിഥുന്റെ കാണുന്നുണ്ടോ? ഓക്കെ സാർ, ഞാനപ്പോ പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാണിച്ചോളൂ. ഓക്കെ ശരി സാർ. നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മുടെ കഴുത്തിന്റെ ഏരിയ ആണ്. ഓക്കെ, ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരയ്ക്കും നമ്മുടെ നട്ടലിന്റെ ഏരിയ ആണ്. അത് ഏത് പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ തമ്പില് വരുന്ന നെക്ക് വരയ്ക്കുമുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ കാര്യം പറഞ്ഞല്ലോ, അവിടം വരയ്ക്കുമുള്ള പോർഷൻസ് നമുക്ക് എന്തായിട്ട് വരുന്നു, പിന്നെ നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. അവിടെ നിന്നും താഴോട്ടുള്ള ഈ ഒരു ചെറിയ പോർഷനാണ് നമുക്ക് സെർവിക്കൽ ഭാഗമായിട്ട് വരുന്നത്. അവിടെ നിന്നും താഴോട്ടുള്ള ഭാഗമാണ് നമുക്ക് സെർവിക്കൽ പോർഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതില് ഈ ഒരു പിന്നെ സിസ്റ്റത്തില് ഓരോരോ സെർവിക്കലിനെയും നമുക്ക് പിന്നെ പിൻ ഔട്ട് ചെയ്തിട്ട് ഓരോരോ സെർവിക്കലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്ന പോലത്തെ ഒരു ഫിഗർ ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോരോ സെർവിക്കൽ റീജിയനെയും നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇത്രയും ഭാഗമാണ് എന്ത് സർവിക്കൽ 7 വെർട്ടിബ്രൈസ് ഉണ്ട്. നമുക്ക് 7 വെർട്ടിബ്രൈസിനെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ താഴോട്ട് തൊറാസിക് ഏരിയ എന്ന് പറഞ്ഞിട്ട് വരും. ആ തൊറാസിക് ഏരിയ ഇവിടം വരെയുള്ള ഭാഗമാണ് കാണാൻ കഴിയുന്നത്. അതായത് ഡയഫ്രം എന്ന് ഞാൻ പറഞ്ഞ ഏരിയയിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു യൂട്രസ് എന്നുള്ള ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടം വരെയുള്ള ഭാഗത്ത് വരയ്ക്കും നമുക്ക് എന്ത് കാണാൻ കഴിയും, ഒരു തൊറാസിക് എന്ന് പറയുന്ന ഏരിയ നമുക്ക് കാണാൻ കഴിയും. ആ തൊറാസിക് വെർട്ടിബ്രൈ റിബ്സ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് 12 റിബ്സുകളുണ്ട്. ആ റിബ്സിനുള്ളിൽ നമുക്ക് ഒരുപാട് അനേകം പിന്നെ ഓർഗൻസുകളുടെ ഇത് കിടപ്പറയാണ്. നമ്മളുടെ ലങ്സിനെയും ഹാർട്ടിനെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വലയം പോലെയാണ് നമ്മളുടെ ആ റിബ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വെർട്ടിബ്രൈസ് നമുക്ക് കാണാൻ കഴിയും. അത് ലംബാർ റീജന്റെ വെർട്ടിബ്രൈസ് ആണ്. ആ ലംബാർ റീജന്റെ വെർട്ടിബ്രൈസ് നമുക്ക് അവിടെ നിന്നും താഴേക്ക് ഈ കിഡ്നിയുടെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ലംബാർ റീജനിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ബൾജിങ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പിന്നെ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ റീജനിൽ നമുക്ക്
മർദ്ദം ചെലുത്തുക. അതിനൊരു പ്രത്യേക സ്റ്റൈലുണ്ട്, ഇതിന് ഒരുപാട് സ്റ്റൈലുകളുണ്ട്, ഇതിന്റെ ചികിത്സാ രീതികൾക്ക് പ്രത്യേക സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലൊക്കെ നമ്മൾക്ക് അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുവരെയ്ക്കും ലംബാർ വർട്ടിബ്രൈന്റെ ഇത് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴേക്ക് നമുക്ക് സാക്രം മൈൻഡ് കോക്സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ടെയിൽ ബോണും അതിനോടനുബന്ധിച്ചിട്ടുള്ള പെലിവിക്സ് ഏരിയയുമാണ് നമുക്ക്. സാക്രം എന്ന് പറയുന്നത് നമ്മുടെ പെലിവിക്സ് റീജൻ ആണ്. ആ റീജനെയാണ് നമ്മൾ സാക്രം എന്ന് പറയുന്നത്. അതിന് താഴോട്ട് വരുന്ന ചെറിയ ഒരു നീട്ടത്തിൽ വരുന്ന ഒരു ടെയിലിനെയാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ടെയിലിനെയാണ് കോക്സിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിനോടനുബന്ധമായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? ഈ സിയാറ്റിക്ക എന്ന് പറയുന്ന നെർവ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇന്ന് എല്ലാ സ്ത്രീകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പുറ്റി വേദന, അതുപോലെ തന്നെ നമ്മുടെ കാൽക്കേനിയസ് ഇതിലേക്ക് വരുന്ന ഒരു പെയിന്, അതുപോലെ നമ്മുടെ പാദത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന പെയിന്, ഈ പാദത്തിന്റെ ഉള്ളിൽ വരുന്ന പെയിന്, പിന്നെ അതുപോലെ തന്നെ മസിൽസ് ക്രാംസ്, മസിൽ പിടുത്തം, പെലിവിക്സ് ഏരിയയ്ക്ക് വരുന്ന പെയിന്, ആ റീജിയനിലുള്ള പെയിനുകള്, അതുപോലെ ലംബാർ റീജിയനിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിന്, ഇതൊക്കെ കാരണക്കാരൻ ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ സിയാറ്റിക്കാണ്. സിയാറ്റിക്ക നെർവ് നമ്മുടെ ഫീമർ ജോയിന്റുമായിട്ട്, പെലിവിക്സ് ഏരിയയും ഫീമർ ജോയിന്റുമായിട്ട് കംപ്രസ്ഡ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ഞെരുങ്ങിയിട്ട് അവനക്ക് കൃത്യമായിട്ട് മൂവ്മെന്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഇതിലുപരിയായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് അനുവദിച്ചിട്ടുള്ള ടൈം ഇവിടെ തീരുകയാണ്. ഏകദേശം 7:53 അപ്പൊ ഇതിനെ കുറിച്ച് ഫിലോമിന മേഡം, ആ മുകളിലത്തെ പൂട്ടിന്റെ ഡോർസൽ സൈഡിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി 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 ഓക്കെ ഓക്കെ സാർ, അത് ഞാൻ ജസ്റ്റ് മാം മ്യൂട്ടായി പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കൂ. ഫിലോമിന മാം, ഫിലോമിന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കോ. ഓക്കെ, ആയിക്കൊണ്ടിരിക്കുന്നല്ലോ. ശരി, ഇപ്പൊ ശരി. ഓക്കെ സാർ, ഞാൻ ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് സാർ. നമ്മളുടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫിഗർ കാണുന്നുണ്ടോ? യെസ് യെസ്. ഇങ്ങനത്തെ ഫിഗർ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നില്ലല്ലോ, ബ്ലർ വന്നിട്ടുണ്ടല്ലേ സാർ? ബ്ലർനെസ് കാണുന്നില്ലേ? ഞാൻ കാണിക്കുന്നുണ്ട്. എന്റെ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഐ ആം ഷോയിങ് ഓൾസോ. ഓക്കെ ഓക്കെ, സാറിന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. ഇവിടെ തന്നെ നമ്മൾക്ക് പിന്നെ സർവിക്കൽ ഏരിയയും അതുപോലെ തന്നെ തൊറാസിക് ഏരിയയും പിന്നെ എന്താ പറയാ ലംബാർ ഏരിയയും സാക്രൽ ഏരിയയും ഒക്കെ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ തൊട്ട് നെരിയാണിയുടെ ഭാഗമായിട്ട് മെലോലിയസിന്റെ ഭാഗത്തില് അങ്ങോട്ട് മുകളിലേക്ക് പോകാതെ തന്നെ ഇതിന്റെ കാൽക്കേനിയസ് ഇതിന്റെ എഡ്ജിലായിട്ടാണ് നമുക്ക് യൂട്രസും പ്രോസ്റ്റേറ്റിന്റെയും പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു കണ്ട ഒരു സ്മോൾ ഏരിയയാണ് ഇത്. ഈ സ്മോൾ ഏരിയയിൽ തന്നെ യൂട്രസിന്റെയും പ്രോസ്റ്റേറ്റിന്റെയും ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. അതിന്റെ മുകളിലേക്ക് കാണുന്ന ഭാഗമാണ് സിയാറ്റിക്ക നെർവ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് നെക്കിന്റെ പിന്നെ ബാക്ക് സൈഡ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയാ നമ്മുടെ പല്ലും അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ നഖത്തിന്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് യാങ് സൈഡിലേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പ്രോബ്ലംസിനെ നമ്മൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനും ക്ലിയർ ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പെരുവിരലിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, തമ്പ് ഏരിയയിലേക്ക് വരുന്ന റീജിയൻ ആണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഇനി ഇപ്പുറത്തെ ഫിഗറിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് നമ്മുടെ സ്മോൾ ഫിംഗർ ടോയിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ലോവർ ബാക്കിനെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ നീ പ്രൊജക്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് ഈ ബ്ലൂ കളറിൽ കാണുന്ന ആം ആയിട്ടും ഷോൾഡർ ഭാഗമായിട്ടും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ ഇവിടെ യാങ് സൈഡാണ് കാണുന്നത്. ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലങ്കും തൊറാസിക് ഏരിയനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഈ യാങ് സൈഡിൽ കൂടെ നമുക്ക് കഴിയുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലിംഫ് ഗ്രെയിൻ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ള മർദ്ദം ചെലുത്തി നമുക്ക് അവിടുത്തെ ഭാഗത്തിന് ക്യൂർ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഈ ചെറു വിരലിന്റെ അത് ചെറിയ ടോയിന്റെ ഭാഗത്തേക്ക് എഡ്ജിലായിട്ട് കാൽക്കുലിനസ് പിന്നെ ഒരു ബോൺ നമുക്കുണ്ട്, കാൽക്കേനിയസ് ബോൺ. ആ ബോണിന്റെ സൈഡിലായിട്ടാണ് നമ്മൾക്ക് ഓവറിയും
ടെസ്റ്റിസും കാണാൻ കഴിയുന്നു, ടെസ്റ്റിക്കിലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ഇച്ചിങ് പ്രോബ്ലംസ്, ഒരുപാട് പിന്നെ രോഗാവസ്ഥകൾ നമുക്ക് ഈ യൂട്രസുമായിട്ടും ഓവറി ആയിട്ടും ടെസ്റ്റിക്കൽസുമായിട്ടും ഒക്കെ റിലേറ്റഡ് ചെയ്ത് പറയാനുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ള സാഹചര്യമില്ല, സന്ദർഭമില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ സിയാറ്റിക് നെർവ് കാണുന്നത്. എന്തെങ്കിലും ഈ മസിൽ സംബന്ധമായിട്ടുള്ള എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾക്ക് ഇവിടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട്. ഞാൻ അതിന്റെ കുട്ടി രൂപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് തന്നിട്ടുള്ള ടൈം ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം ഇവിടെ നൽകിയിട്ടുള്ള എന്താ പറയാ സ്കൂൾ ഓഫ് ലൈഫിലെ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക്, അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ ബാക്ക് ടു ഹാർമണി എന്നുള്ള ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താനും ഇങ്ങനെയുള്ള ഈ ഒരു റിഫ്ലക്സോളജിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഒരു ലഘു വിവരണം തരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനൊരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫിലോമിന മാഡം, വളരെ സന്തോഷം. നല്ല രീതിയിൽ അവര് കഴിയുന്നിടത്തോളം ഒരു വലിയൊരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ടോപ്പിക്ക്. ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നൽകിയിരുന്നത്. ഇതിനൊരു രീതിശാസ്ത്രമുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. അതിന്റെ മൊത്തത്തിലൊരു മാപ്പിംഗ് ആണ് പറഞ്ഞു തന്നത് ഫിലോമിന മാഡം. മൊത്തത്തിൽ അതിന്റെ ഒരു മാപ്പിംഗ്, ഓരോ ഓർഗൻസും എവിടെയെല്ലാം ഇരിക്കുന്നു ആ കൂട്ടില്, അതിന്റെ ഒരു ആർട്ടാണ്. ഇറ്റ്സ് എൻ ആർട്ട് ആൻഡ് സയൻസ് ആണ്. അത് പഠിക്കണം. അതൊരു തെറാപ്യൂട്ടിക്കൽ ആയിട്ടൊരു അപ്രോച്ച് ഉണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങണം, ആദ്യം എവിടെ തൊടണം, എങ്ങനെ സ്കാൻ ചെയ്യണം എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഫർദർ ക്ലാസ്സുകളിൽ താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫിലോമിന മാഡം. ഇനി നിങ്ങൾക്ക് ഓഡിയൻസിൽ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദേ ആർ റെഡി ടു ആൻസർ. എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഓൾവേസ് വെൽക്കം. പ്ലീസ് പോസ്റ്റ് യുവർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫിലോമിന മാം. വണ്ടർഫുൾ. താങ്ക് യു സർ. താങ്ക് യു സർ. നമ്മുടെ പാദത്തിൽ ഇത്രമാത്രം കണ്ടന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ ഇത്ര വിശദമായിട്ട് മാം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം നമുക്കറിയാം എല്ലാ അവയവങ്ങൾക്കും ചെറുതും വലുതുമായ ഒത്തിരി പ്രശ്നങ്ങൾ വരാനുണ്ട്. ചിലപ്പം സർജറി വേണ്ട ആവശ്യങ്ങളുണ്ട്, ചിലതൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയാം സാർ? വലുതും ചെറുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമുക്ക് ഇതിന് പരിഹരിക്കാൻ പറ്റും സാർ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നട്ടലിൽ നമ്മൾക്ക് കോക്സിക്സ് ഏരിയയിൽ ഒരു പ്രോബ്ലം വന്നു വെച്ചോ, അല്ലെങ്കിൽ ലംബാർ റീജിയനിൽ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം വന്നു. അപ്പൊ നമ്മൾക്ക് ലംബാർ റീജിയൻ എന്ന് പറയുന്നത് ഞാൻ നട്ടലിന്റെ സ്പൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക് ബൾജിന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും സാർ. ഒരു 7 സിറ്റിംഗിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ഡിസ്ക് ബൾജിങ്. അത്രയ്ക്കും ആ ഏരിയ ഫുൾ, അതായത് നമ്മൾ ഇവിടെ സിംഗിൾ പോയിന്റ് ആയിട്ടല്ല ഈ റിഫ്ലക്സോളജി യൂസ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഉത്തേജനമാണ് നമ്മൾ ഈ കാല് വഴി കൊടുക്കുന്നത്. സിംഗിൾ ആയിട്ടുള്ള ഒരു മസാജിങ് തെറാപ്പി അല്ല റിഫ്ലക്സോളജി. അപ്പൊ ബോഡിയിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ഓൾ ടുഗദറുള്ള ഇതില് എന്താ പറയുന്നേ, ആത്മീയ തലത്തിലും അതുപോലെ തന്നെ ശാരീരിക തലത്തിലും പിന്നെ മറ്റെല്ലാ തലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യുന്ന ഒരു മസാജ് തെറാപ്പിയാണ് റിഫ്ലക്സോളജി. നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒന്നുകൂടെ നമുക്ക് ഏത് സ്ഥലത്താണോ പെയിന് ആ സ്ഥലത്തിൽ മാത്രം നമ്മൾ അധികം മർദ്ദം ചെലുത്തുക എന്നതാണ് ഇത് തെറാപ്പിയുടെ വേറൊരു പ്രത്യേകത. ഇപ്പം നമുക്ക് നമ്മുടെ ലംബാർ റീജിയൻ സാർ പറഞ്ഞ പോലെ തന്നെ ബൾജിങ് ഉണ്ടായെന്ന് വെച്ചോ, ആ ഏരിയയിലേക്ക് എവിടെയാണ് ബൾജിങ് ഉള്ളത് ആ ഏരിയ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെയിന്, ഒരു എന്താ പറയാ ഇൻഡിക്കേഷൻ നമുക്ക് തരും. ആ ഏരിയയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. നമ്മളുടെ ചിലപ്പോൾ നമ്മൾക്കത് തൊട്ടു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടാം. എങ്ങനെയായാലും ആ സെപ്പറേറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ കിട്ടും. ആ ഭാഗത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ മർദ്ദം ചെലുത്തി ഒന്നുകൂടെ ഒരു കുറച്ചുകൂടി ഒരു ഇതുകൂടി തവണകൾ കൂട്ടി മർദ്ദം ചെലുത്തി ആ ഭാഗത്തിനെ നമുക്ക് ഉത്തേജിപ്പിച്ച് എടുക്കാൻ കഴിയുന്നതാണ്. മാം, ഒരു സംശയം, ഈ അപ്പൻഡിസൈറ്റിസ് പോലുള്ള സ്റ്റോൺ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൻഡിസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിനെന്താണ് പ്രോസസ് ചെയ്യുക? അപ്പൻഡിസൈറ്റിസ് പോലത്തെ സാഹചര്യം ഉണ്ടാവുമ്പോ സാർ നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോ സാറിന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, നോക്കിക്കേ. അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലാണ് ഉണ്ടാവുക. മെയിൻ ആയിട്ട് നമ്മളിപ്പോ ലാർജ് ഇൻറ്റെസ്റ്റൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഈ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്ന് വെച്ചാൽ ഇതിന്റെ ആരംഭഘട്ടം ഇവിടെയാണ്.
ഓക്കെ, ഇവിടെ ഈ അപ്പൻഡിസൈറ്റിസ് നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇത് വയറിന്റെ ലാർജ് ഇൻറ്റസ്റ്റൈന്റെ ഭാഗമാണ്. നമ്മൾ മർദ്ദം ഇതിന് ചെലുത്തേണ്ടത് ഇവിടെ നിന്നും മുകളിലേക്കുള്ള ഒരു മർദ്ദമാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് പോകുന്നത് മർദ്ദം. ഓക്കെ, ഇവിടെ നിന്നും ഈ മർദ്ദം ചെലുത്തി നമുക്കിത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പം ഇവിടെ നിന്നിരിക്കുന്ന ഈ ബൾജിങ് നമ്മൾ ഇങ്ങനെ മർദ്ദം ചെലുത്തുന്നതിലൂടെ ആ ഭാഗത്ത് നിൽക്കുന്ന ആ ബൾജിങ് അവിടെ നിന്ന് മാറി അപ്പൻഡിസൈറ്റിസ് മാറാനുള്ള സകല ചാൻസസുകളും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ബൾജിങ് ആയിട്ട് വലിയ രൂപത്തിൽ നിൽക്കുന്ന ബൾജിങ് അല്ല പറയുന്നത്, നമുക്ക് ഒരുപാട് ബൾജായിട്ട് നിൽക്കുന്ന ഏരിയ അല്ല, നമുക്ക് സ്മോൾ ആയിട്ട് നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ശോധനയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ബാത്റൂമിൽ പോയിട്ട് തന്നെ ഈ പ്രക്രിയ നമ്മൾ ചെയ്യുകയാണ്. കയ്യിലും അത് ചെയ്യാം. ഇത് ഹാൻഡ് റിഫ്ലക്സോളജിയും കൂടി ഉണ്ട്. ഞാനിന്ന് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് കയ്യിൽ ഇതിന് മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് സാർ, വളരെ നല്ല റിസൾട്ടാണ്. തലവേദനയ്ക്ക് വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും, തലവേദനയുടെ ഭാഗമൊക്കെ വരുമ്പോൾ. ഓക്കെ, ഒരു സംശയം കൂടെ ചോദിക്കാം. നമ്മൾക്ക് ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വിസിബിൾ ആയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ചോ, മീൻസ് ഈ റിഫ്ലക്സോളജിയുടെ സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ചോ കണ്ടുപിടിക്കാൻ പറ്റും? റിഫ്ലക്സോളജിയുടെ സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും സാർ. ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചെറിയ രൂപം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിന് ഒരുപാട് രൂപങ്ങൾ, ഇനിയും വേറെ ഒരുപാട് രൂപങ്ങളുണ്ട്. നമ്മൾക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരുപാട് പിന്നെ എന്താ പറയാ മാർക്കുകളും കലകളും ഒക്കെ നമുക്ക് ഈ കാലിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണപ്പെടും. എല്ലാവരുടെ കാലും ഇരിക്കുന്ന പോലെയല്ല, ഒരാളുടെ കാല് പോലെയല്ല മറ്റൊരാളുടെ കാല്. രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല കളറിലും അതുപോലെ തന്നെ മാർക്കുകളും പാച്ചസുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൾജിങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് അതിൽ മൂലം കണ്ടുപിടിക്കാൻ കഴിയും. അത് മാത്രമല്ല, നമ്മൾ മർദ്ദം ചെലുത്തുമ്പം അവർ പറയുന്ന ഓരോരോ വേദനകളും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന വേദനകൾക്കും ഡിഫറെന്റ് പിന്നെ എന്താ പറയാ അനുഭവങ്ങളായിരിക്കും. ഇപ്പൊ ഇവിടെ കിട്ടുന്ന വേദന പോലെയല്ല കുറച്ച് ഞാൻ ലഞ്ച് ഏരിയയിൽ കിട്ടുന്നതല്ല എനിക്ക് ഹാർട്ടിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നത്, അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇന്റർണലി പോകുന്നില്ല, നമ്മൾ ഔട്ടർ ഭാഗത്ത് നിന്ന് തന്നെ ആ ഇന്റേണൽ പിന്നെ പ്രോബ്ലമിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നു. ഓക്കെ, താങ്ക് യു മാം, വളരെ സന്തോഷം. ഇനി ആർക്കെങ്കിലും ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഈ കയ്യിലെ പോയിന്റുകളാണ് ഇച്ചിരി എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനല്ലേ മാഡം? കയ്യിലെ പോയിന്റുകൾ എളുപ്പമുണ്ട്, പക്ഷെ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത്. കാലിലത്തെ പോലത്തെ ടൈപ്പ് അല്ല നമുക്ക് കയ്യിൽ വരുന്നത്. അത് ഈ സുജോക്ക് എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്, അതുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ വേണം, പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റൻഷനോട് കൂടിയിട്ടാണ് നമുക്കത് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ എടുക്കാതിരുന്നത്. അതുമല്ല, എനിക്ക് ടൈം തന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ടൈം ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ചോദിച്ചതിന്റെ ഉദ്ദേശം കൈ ഉപയോഗിച്ചും കാലിന്റെ പാർട്ട് ഉപയോഗിച്ചും ഒരുപോലെ തന്നെ അത് ചെയ്യാൻ പറ്റും, പക്ഷെ രണ്ട് രീതിയാണ് ചെയ്യുന്നത്. അതെ 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 അതെ, രണ്ടും ചെയ്യാൻ പറ്റും സാർ. രണ്ടും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം അതിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കാം, കാരണം ഇതൊരു നിങ്ങൾ ഒരുപക്ഷെ നമ്മള് കേൾക്കാത്ത ഒരു തെറാപ്പിയാണ്. പിന്നെ ഒരു കാര്യമുള്ള ഈ പറഞ്ഞ പോലെ ടോട്ടൽ മാസേജിങ് ഇപ്പൊ നമ്മള് പല രീതിക്ക് ചെയ്യാലോ, കൈ കൊണ്ട് അങ്ങോട്ട് മൊത്തം ശരീരം മൊത്തം, അതും ഒരു ജനറൽ ഹീലിംഗ് പോലെ ചെറുതായിട്ടെങ്കിലും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ചെയ്യാം സാർ. സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നില്ല. നമ്മൾക്കിപ്പം ഏതെങ്കിലും ഒരു ഏരിയയിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു സ്പെഷ്യൽ മർദ്ദം അവിടെ കൊടുക്കാം. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ മർദ്ദം കൊടുക്കേണ്ട ഏരിയാസുകളുണ്ട്, ഇന്ന ഏരിയകളുണ്ട്. അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് ലങ് ഏരിയയിൽ ഹാർട്ട് ഏരിയയിൽ ഒരു വേദന തോന്നിയെന്ന് വെച്ചോ, അവിടെ നമ്മൾ ഒരുപാട് അങ്ങ് മർദ്ദം കൊടുക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ഹാർട്ടിന് നമുക്ക് ഹാം ചെയ്യാത്ത രീതിയിൽ അവിടെ കൊടുക്കേണ്ട ചില മർദ്ദം രീതികളുണ്ട്. അങ്ങനെ ഇതിൻ്റെതായിട്ടുള്ള ചില മർദ്ദം കൊടുക്കേണ്ട ചില രീതികൾ നമുക്ക് ഉണ്ട്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇത് ഇപ്പൊ സാർ ചോദിച്ചത് മസാജ്, ഇതൊരു മസാജിന് ആൾട്ടർനേറ്റീവ് ആണ്. ഒരു ഫുൾ ബോഡി മസാജിനെ സഹായിക്കുന്ന തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് റിഫ്ലക്സോളജിയിലുണ്ട്. ഒരു 20 to 40 മിനിറ്റ്സ് നമ്മൾ ഫൂട്ട് സ്പാ എന്ന് പറയുന്ന തായ്ലൻഡിലൊക്കെ വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള ആ ഫൂട്ട് സ്പാ ഈ റിഫ്ലക്സോളജി ചെയ്താൽ ഒരു ഫുൾ ബോഡി, ഫൂട്ട് മാത്രമേ പിടിക്കുള്ളൂ, കാൽമുട്ടിന്റെ താഴെ എടുക്കുന്നുള്ളൂ, മറ്റു ഫുൾ ബോഡി എടുക്കുന്നില്ല. ഫുൾ ബോഡി മസാജിന് ഇക്വലന്റ് ആയിട്ട് ആള് ടോട്ടൽ റിലാക്സേഷൻ, ഒരു ഉത്തേജനം
കിട്ടുന്ന ഒരു വിശ്രാന്തിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക്, ഒരു സാന്ത്വന ചികിത്സയിലേക്ക്, ഒരു ടച്ച് തെറാപ്പിയിലേക്ക് റിഫ്ലെക്സോളജി ഒരു സാധ്യതയുണ്ട്. ഒരു വെൽനസ് തെറാപ്പിയുടെ സാധ്യത കൂടി ഇതിനകത്തുണ്ട്. ക്യൂറേറ്റീവിനോടൊപ്പം ഒരു പ്രിവെന്റീവ് മെഷർ കൂടി ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എത്ര കാലം കൊണ്ട് മാം ഇത് നമുക്കൊന്ന് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് അതിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ്? സാർ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബിദുൻ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. പുള്ളിക്കാരന് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ബിദുൻ സാർ ഇതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പിന്നെ ക്ലാസ്സസ് നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് പിന്നെ ഒരു ക്ലാസ് പിന്നെ അതിൻ്റെതായ രീതിയിൽ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ കൂടി വേണ്ടി വരും. പ്രാക്ടിക്കലി ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരോ പോയിന്റ് കാണിച്ചു തന്ന് അവര് എങ്ങനെയാണ് അവിടെ മർദ്ദം ചെലുത്തേണ്ടത്, ഏത് ടൂൾസാണ് നമ്മൾ ടൂൾസും നമുക്ക് യൂസ് ചെയ്യാം, ഏത് ടൂൾസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഇല്ല ഹാൻഡ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഇതിന്റെ ഒരുക്കങ്ങൾ എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ പറയാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗത്തിന് മാത്രം യൂസ് ചെയ്യുന്നതല്ല സാർ. നമ്മുടെ ശരീരം നല്ല രീതിയിൽ, നല്ല എല്ലാ രീതിയിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സാന്ത്വനം ശരീരത്തിന് കൊടുക്കുന്ന ഒരു നല്ല തെറാപ്പി കൂടിയാണ്. മൈഗ്രെയിന് ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നൊരു ചോദിച്ചു. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് സാർ. നമ്മള് ആ ഹെഡിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ലേ, ബ്രെയിൻ ഒരു ഹെഡിന്റെ ഭാഗത്ത് നമ്മൾ കാണിച്ചിരുന്നു. ഞാൻ കാണിച്ചുതരാം. മൈഗ്രെയിന്റെ ഇത് ഈ ഏരിയ കണ്ടില്ലേ സാർ? ഈ ഹെഡ് ഏരിയ ഉണ്ടല്ലോ, ഈ പോർഷൻ മൊത്തത്തിൽ അങ്ങ് മസാജ് ചെയ്താൽ മതി. ഈ ഏരിയ ഇതിനകത്ത് ഒരുപാട് പിന്നെ ഒരുപാട് നമ്മുടെ ശരീര ഘടനകൾ അടങ്ങിയിട്ടുണ്ട്. ഹെഡിന്റെ ഭാഗം ഈ ഭാഗത്താണ് വരുന്നത്. ഏത് ടൈപ്പ് മൈഗ്രെയിൻ ആണ് നമുക്കുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ മർദ്ദം നമുക്ക് കൊടുത്തിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൈഗ്രെയിൻ ഒരുപാട് തരത്തിൽ വരാറുണ്ട്. ഒരു 10-12 രീതികളുണ്ട് മൈഗ്രെയിന്. അപ്പം ഏത് മാനസികമാണോ, അല്ലെങ്കിൽ ശാരീരികമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാബിറ്റ് കൊണ്ടുവന്നതാണോ, ഉറക്കമുഴയ്ക്കുന്ന കൊണ്ടുവന്നതാണോ, അങ്ങനെ ഒരുപാട് തലങ്ങളുണ്ട് മൈഗ്രെയിന്. അത് ഏത് തലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതായ രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. മാത്യു സാർ പറയൂ. താങ്ക് യു. ഈ കാലിന്റെ പാദത്തിൽ പ്രഷർ കൊടുക്കുമ്പോഴേ ഇന്റേണൽ ഓർഗൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണ്ടേ? ഇന്റേണൽ ഓർഗൻസിനെ അഫക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ, അത് ബാഡ് ആയിട്ടല്ല എഫക്ട് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മർദ്ദം കൊടുക്കുന്നില്ല. നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ പാദങ്ങളിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള പാദവും അതിനനുസരിച്ചിട്ടുള്ള മർദ്ദവുമാണ് നമ്മൾ കാല് താഴെ ചവിട്ടുമ്പോൾ കിട്ടുന്നത്. ചില ഭാഗങ്ങളിൽ മർദ്ദം ലഭിക്കാതെ പോകുന്ന ഭാഗങ്ങളുണ്ട് നമ്മുടെ കാലില്. ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ കാല് നിലത്ത് വെക്കുമ്പോൾ എല്ലാ ഭാഗവും നമ്മുടെ താഴെ തട്ടുന്നില്ല. ആ തട്ടാത്ത ഭാഗങ്ങളിൽ നമ്മുടെ ഒരുപാട് അവയവങ്ങളുടെ പിന്നെ എന്താ പറയാ ഉത്തേജന ബിന്ദുക്കളുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ കാല് ചവിട്ടുമ്പോൾ നമ്മളുടെ എല്ലാ ഭാഗങ്ങളും കാലില് പതിയുന്നില്ല, തറയിൽ പതിയുന്നില്ല. അപ്പൊ ഈ കൂടുതൽ പ്രഷർ ചെന്നാൽ എന്ത് പറ്റും? കൂടുതൽ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന പ്രഷർ, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്ന കൂടുതൽ മർദ്ദം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ഹാർഡ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്കൊരു കട്ടിയായിട്ടുള്ള പ്രതലം, ആ പ്രതലം അതിനെ ഒന്ന് സ്മൂത്തനാക്കണം. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു പിന്നെ മർദ്ദം നമ്മൾ അവിടെ ചെലുത്തുന്നു. അതിനെയാണ് കൂടുതലായിട്ടുള്ള മർദ്ദം എന്ന് പറയുന്നത്. ഇന്റേണൽ ഓർഗൻസിന് എന്ത് പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇന്റേണൽ ഓർഗൻസിന് ഒന്നും സംഭവിക്കില്ല സാർ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ ടച്ച് ചെയ്യുന്നേ ഇല്ല. അല്ല മാം, ചോദിച്ചതെന്നു വെച്ചാൽ ഇപ്പൊ നമ്മള് വളരെ ക്ലിയർ ആയിട്ട് മസാജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മസാജ് ചെയ്യുന്നതിനൊപ്പം അതേപോലെ തന്നെയല്ലേ നമ്മൾ നടക്കുമ്പോൾ അതേ പ്രോസസ്സ് ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ സാധാരണ ചിന്തിക്കുന്നതനുസരിച്ച് റിവേഴ്സ് ആയിട്ട് ചിന്തിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഒരിക്കലും ഇല്ല സാർ. ഇപ്പൊ നടക്കുമ്പോൾ നമ്മളുടെ ഭാഗം തട്ടുന്ന ഭാഗങ്ങൾ നമുക്കറിയാം സാർ. ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ നടക്കുമ്പോൾ തട്ടുന്നത് എന്നുള്ള ഭാഗം നമുക്കറിയാം. ചില ഭാഗങ്ങളിലൊന്നും നമ്മൾ നടക്കുമ്പോൾ പാദത്ത് മുട്ടുന്ന പോലും ഇല്ല. ഓക്കെ, ഒരുപാട് ഭാഗങ്ങൾ അങ്ങനെ മുട്ടുന്നില്ല. നമുക്ക് മുട്ടുന്ന ഭാഗങ്ങൾക്കൊന്നും പ്രശ്നമില്ലാത്ത ഭാഗങ്ങളാണ്.
Yes, നമ്മളുടെ yes. കാല് നടക്കുമ്പോൾ മുട്ടുന്ന ഭാഗങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ഭാഗങ്ങളാണ്. അതിനനുസരിച്ചിട്ടാണ് ദൈവം നമ്മുടെ കൈയിന്റെയും കാലിന്റെയും ഇത് തന്നിരിക്കുന്നത്. അത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടും ഒരുപാട് പേഷ്യന്റിന് ഇത് ചെയ്തിട്ടും ഒരുപാട് അനുഭവങ്ങൾ പറയാനും ഒക്കെ എന്റെ പക്കലുണ്ട്. അതില് ഒന്ന് കൂട്ടിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ അടിസ്ഥാന വർഗം മനുഷ്യര് ഇപ്പൊ കാലിൽ ചെരുപ്പിടാതെ നടക്കുന്ന വിഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങളില്ല എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പണിയെടുക്കുന്ന മണ്ണിൽ ചവിട്ടി പണിയെടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ഓൾവേസ് യൂസ് ടു വെയർ ദ ചപ്പൽസ്. എപ്പോഴും വീട്ടിനകത്ത് പോലും ചപ്പൽ ധരിക്കുമ്പോൾ പുറമെ കല്ലിലേക്ക് ചവിട്ടുമ്പോൾ ഒരു കുത്തുന്ന പെയിൻ വരുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതല്ല ശരിക്കും നമ്മുടെ പ്രകൃതം. നമ്മള് ശരിക്കും ഭൂമിയിൽ ചവിട്ടണം. ഭൂമിയിൽ കല്ലുകളും ഈ പറയുന്ന ഇതുണ്ട്, ഇതിലേക്ക് ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രകൃതി തന്നെ റിഫ്ലക്സോളജി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇല്ലാതെ പോയ ഒരു കാലഘട്ടത്തിലായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തെറാപ്പികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പം എർത്തിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് കൊടുക്കുക, എർത്ത് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അത് ഹാർഡ് അല്ല, ശരിക്ക് പറഞ്ഞാൽ അത് അഫോർഡബിൾ ആണ്. പിന്നെ നമ്മള് കാലെടുത്ത് വെച്ചിട്ട് അടി ഹിറ്റ് ചെയ്യാൻ, അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ താങ്ങാൻ പറ്റാത്ത അടി കൊടുക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിനുള്ള പ്രശ്നങ്ങളോ. എന്നിരുന്നാലും അവിടെ പ്രശ്നം ഇല്ല എന്ന് പറയുന്നില്ല, ആ ഭാഗത്ത് മാത്രമേ ചതവുള്ളൂ. ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ ടിവിയുടെ റിമോട്ട് ആക്ഷൻ പോലെയാണ്. റിമോട്ട് എറിഞ്ഞു പൊട്ടിച്ചാലും ടിവിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. കാല് നിങ്ങൾ അടിച്ചു പൊട്ടിച്ചാലും ഇന്റേണൽ ഓർഗൻസിന് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഭാഗം മാത്രമാണ് ചതവ് വരുന്നതും ആ ഭാഗത്താണ് കേടുവരുന്നത്. എന്നാൽ റിമോട്ട് ആക്ഷൻ പോലെ നിങ്ങൾ ടിവിയുടെ റിമോട്ടിൽ ചാനൽ മാറ്റാനോ റിമോട്ട് വെച്ച് ചെയ്യുന്നത് പോലെ റിഫ്ലക്സ് പോയിന്റുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ ആ റിഫ്ലക്സ് പോയിന്റ് യൂസ് ചെയ്ത് ഇന്റേണൽ ഓർഗൻസിനെ ട്രിഗർ ചെയ്യാൻ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സയൻസിന്റെ ചെറിയ തിയറി. നല്ലൊരു കമ്പാരിസൺ സാറേ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സരസ്വതി മാം പറഞ്ഞോളൂ. മാഡം, സാർ, പിന്നെ ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ളവർക്ക് അന്നേരം ഇത്തിരി ഡേഞ്ചറസ് അല്ലേ ഈ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് ചവിട്ടിയ? കേക്കുന്നില്ലേ സാർ? ഇല്ല, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഈ ഫ്ലാറ്റ് ഫുട്ട് ഉള്ള വ്യക്തികളുണ്ടല്ലോ, അതെ, നമ്മുടെ ഫുഡ് എന്നും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, പക്ഷെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡുള്ള ആൾക്കാരുണ്ട്. അതെ, അവർക്ക് ഈ ഇച്ചിരി ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ചവിട്ടിയാൽ പിന്നെ അത് ഡേഞ്ചർ അല്ലേ? ഡേഞ്ചർ ഒന്നും ഇതിനകത്ത് ഡേഞ്ചർ എന്ന് പറയുന്ന സംഭവമേ ഇല്ല മാം. പിന്നെ കല്ലും മുള്ളും മലയും ഒക്കെ കടന്നാണ് അയ്യപ്പസ്വാമിനെ കാണാൻ പോകുന്നത്. അതിലൂടെയൊക്കെ നമ്മുടെ ശരീരം ഉത്തേജിപ്പിക്കപ്പെടുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചില മൃദുവായിട്ടുള്ള ഭാഗങ്ങൾ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ നമ്മുടെ കാലിനെ ഒരു രീതിയിലായിട്ടുള്ള அமைப்பு തന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നമ്മൾ നടക്കുമ്പോൾ ബാലൻസ് തെറ്റാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫൂട്ടിനെ ഒരു ചെറിയ ഈ ഒരു രൂപമാണ് നമ്മുടെ ഫൂട്ടിനെങ്കിൽ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് ഇതിലിങ്ങനെ പിടിക്കണം, മണ്ണിൽ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപേണയാണ് കാലിൻ്റെ ഇത് തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ പിന്നെ എന്താ പറയാ, ഇന്റേണൽ ഓർഗൻസിൽ ചില ഓർഗൻസുകൾ ആ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഹാർട്ട്, ലങ്സ് പോലത്തെ നമ്മുടെ ഇന്റേണൽ അവയവങ്ങൾ ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും മാം നമുക്ക്. ഇത് കിഡ്നി, സ്റ്റൊമക്ക് പോലത്തെ. മാം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അത് അവരവരുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ചിട്ട് അവരുടെ ഫുഡ് റെഡിയായി ഇരിക്കുന്നതാണ്. അവർക്ക് അതിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല മാം. അങ്ങനെ അവർ അതിൽ ബാലൻസ്ഡ് ആയിരിക്കും. അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഫുഡ് വഴി അവർ ബാലൻസ്ഡ് ആയിരിക്കും അവരുടെ ശരീരത്തിൽ. ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ നമ്മുടെ ബാനറിലുള്ള സ്പെല്ലിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹെൽത്ത് HEALTH. എന്റെ കൂടെ മേഡം, ഒരു ഡൗട്ട് മേഡം. മേഡം ക്ലാസ് എടുത്തല്ലോ. ഹലോ, സൗണ്ട്. നമ്മളിപ്പോ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് കാലിന്റെ 10 വിരലുകളും പിന്നെ അടിഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത അതിനകത്ത് തെറ്റ് പറ്റിയാലും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ?
ഇല്ല സാർ, ഒരു സൈഡ് എഫക്റ്റും ഇല്ല സാർ, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. റോങ് ആയിട്ട് എവിടെയും പ്രസ് ചെയ്ത് അങ്ങനെ പ്രശ്നം നമ്മളെ ഒരു കുഴപ്പമില്ല. നന്നായി പ്രസ് ചെയ്ത് കൊടുത്താലും ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക് നന്നായിരിക്കും അല്ലേ? ഗുണം തന്നെയാണ്, ഗുണം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഞാനിതിന്റെ 1-2 ക്ലാസ് പാലക്കാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മെയിൻ ചുരുങ്ങിയത് ഈ 10 വിരലുകളെങ്കിലും കൈവിരലുകളും കാലുവിരലുകളും ഒന്ന് അവിടെ ഇന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാന്ന്. അതെ അതെ, വളരെ നല്ലതാ സാർ. നമ്മളുടെ കഴുത്തിന്റെ മുകൾ ഭാഗമാണ് ബ്രെയിന്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരുപാട് ഭാഗങ്ങൾ അതിൽ സ്റ്റിമുലേറ്റ് ആകും. അത് നമ്മുടെ മെമ്മറി ഗ്ലാൻഡ്, എല്ലാ ഓർഗൻസും ഈ ടോപ്പിക്കും വന്നില്ല. കാലിന്റെ കാൽവണ്ണയുടെ അവിടെയൊക്കെ ആംഗിളിന്റെ അവിടെയൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളല്ലേ നമ്മുടെ ശരീരത്തിന്റെ. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു, കാൽവണ്ണന്റെ അവിടെ വരുന്ന യൂട്രസ്, പ്രോസ്റ്റേറ്റ്, ആ ഭാഗങ്ങളൊക്കെ. അതെ 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 അതെ, അത് രോഗാവസ്ഥകളെ കുറിച്ചൊന്നും നമ്മളിപ്പോ സംസാരിച്ചില്ല, ജസ്റ്റ് ആ അവയവങ്ങളുടെ ഒരു അവയർനെസ്. ശരി സാർ, അപ്പൊ ഇതിനകത്ത് ധൈര്യമായിട്ട് നമുക്ക് പ്രഷർ കൊടുക്കാം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു. മാഡം, ഈ സ്പൈനൽ കോഡിന്റെ ഏത് ഭാഗമാണ് നമ്മള്? സ്പൈനൽ കോഡിനെ നമ്മൾ ഈ കാലിനെ 2ആയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ സാർ, ഇവിടെ ഞാൻ കാണിച്ചു തരാം, ഒരു നിമിഷം പിക്ചർ ഒന്ന് കാണിക്കാം സാർ. ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരീരമാണ്, നമ്മുടെ ശരീരമാണ്, മൊത്തം ശരീരമാണ് ഈ 2 ഫിഗറും. ഓക്കെ, ശരീരമാണ് ഇത് മൊത്തം. ഈ ശരീരത്തിനെ 2ആയിട്ട് പിളർന്നപ്പം ഈ 2 സൈഡിലും കാണുന്നതാണ് സ്പൈനൽ കോഡ്. ഈ 2 സൈഡിലും കാണുന്നതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ 2 സൈഡിലും ട്രീറ്റ്മെന്റ് ചെയ്യണം. ഈ 2 സൈഡിലും അത് നമ്മൾ നോക്കണം, ഏത് ഭാഗത്താണ് എനിക്ക്. സർവിക്കൽ ഏരിയയിലാണോ പെയിൻ, അല്ലെങ്കിൽ എനിക്ക് തൊറാസിക് ഏരിയയിലാണോ പെയിൻ, അല്ലെങ്കിൽ എനിക്ക് ലംബാർ റീജിയനിലാണോ, അല്ലെങ്കിൽ സാക്രം കോക്സിക്സ് ആ ഭാഗത്താണോ എനിക്ക് പെയിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇത് മൊത്തത്തിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഇത് കല്ല് പറക്കി വെച്ചിരിക്കുന്ന പോലെയാണല്ലോ നമ്മുടെ സ്പൈനൽ കോഡ്, വെർട്ടിബ്രയും അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മൊത്തം നമ്മുടെ ബോഡീനെ അത് എഫക്ട് ചെയ്യുന്നതായിരിക്കും. യെസ്, അത് തന്നെ. എന്റെ സ്ക്രീൻ കാണുന്നവർക്ക് നോക്കുക, സ്പൈനിന്റെ മാത്രം മാഡം കാണുന്നുണ്ടോ സ്ക്രീനില്? യെസ് യെസ്, കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. അതാണ് സ്പൈൻ. 2 സൈഡിലായിട്ട് പെരുവിരല് തൊട്ട് ഇനി താഴെ ആ വശങ്ങളിൽ വരുന്നതാണ് സ്പൈനൽ കോഡിന്റെ. സ്പൈനൽ കോഡിന്റെ ഈ പെരുവിരലിന്റെ ഈ ഭാഗങ്ങൾ തൊട്ട് ഈ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഫുള്ളായിട്ട് 2 സൈഡിലുമായിട്ട് വരുന്ന തള്ളവിരലിന്റെ ഭാഗത്തായിട്ട് ഔട്ടറിൽ കാണുന്ന പിന്നെ എന്താ പറയാ ഭാഗമാണ് നമ്മൾ സ്പൈനൽ കോഡായിട്ട് പറയുന്നത് സാർ. കാലിന്റെ ഉൾഭാഗം അല്ലേ? കാലിന്റെ ഉൾഭാഗം അത് മധ്യഭാഗത്തായിട്ട് നമ്മൾ 2ആയിട്ട് മാറ്റുമ്പോൾ കാലിന്റെ മധ്യഭാഗത്തായിട്ട് വരും. പെരുവിരല് 2ഉം കാലിന്റെ മധ്യഭാഗത്തായിട്ടാണ്, നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തായിട്ട് വരുമല്ലോ, അത് തന്നെയാണ്. ഈ സുഷുമ്ന നാഡിയൊക്കെ ചുരുങ്ങി പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യും? സുഷുമ്ന നാഡി ചുരുങ്ങി സ്പൈനൽ കോഡിന്റെ ഭാഗമാണല്ലോ, അത് ചുരുങ്ങി പോകുക എന്ന് പറഞ്ഞു വരുമ്പോഴുള്ള നമുക്ക് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് നമ്മൾ സ്പൈനൽ കോഡ് മൊത്തമായിട്ട് ശരീരം മൊത്തമായിട്ട് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. പക്ഷെ ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ നമ്മുടെ സ്പൈനൽ കോഡ് മൊത്തമായിട്ട് ബ്രെയിന് മുതൽ കൊണ്ട് നമ്മൾ ആ ഫുള്ള് വർട്ടിബ്രൈ മൊത്തത്തിലുള്ള 33 വർട്ടിബ്രൈയും നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിൽ നമ്മൾക്ക് ചെറിയ മർദ്ദം ചെലുത്തി കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. നമുക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട് അല്ലെ? തെറാപ്പിസ്റ്റിനോട് ചെയ്തു അത് നമുക്ക്, അതെ സാർ, നമുക്ക് ഒരു തെറാപ്പിസ്റ്റ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. നമുക്കും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു തെറാപ്പിസ്റ്റ് ചെയ്തു തരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖവും ഒരു എന്താ പറയാ സ്വാസ്ഥ്യവും നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ SRC-യിലൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചോളൂ. ഈ തൈറോയിഡിന് എന്തെങ്കിലും? തൈറോയിഡിന്റെ ഭാഗം പിന്നെ മിഥുൻ സാർ ഒന്ന് കാണിച്ചേ. മിഥുൻ സാർ അല്ല, ഞാൻ തന്നെ കാണിക്കാം. തൈറോയ്ഡ് കാണിക്കുന്നുണ്ട് മാഡം. ഞാൻ എന്റെ
എന്റെ സ്ക്രീൻ ഓക്കെ ഓക്കെ ഓക്കെ. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ തലയുടെ ഏരിയ പറഞ്ഞായിരുന്നു, ഹെഡിന്റെ ഭാഗം നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഭാഗത്ത് ഏറ്റവും ആദ്യത്തെ മടക്കല്ല, രണ്ടാമത്തെ മടക്ക് ഈ ഭാഗത്തായിട്ട് അത് തന്നെ, ആ ഡോട്ട് കാണുന്ന ഭാഗത്തായിട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. അത് വട്ടനെയും ചെയ്യാം, നമുക്ക് നീളനെയും ചെയ്യാം. പാരാതൈറോയിഡ് നമുക്ക് പിന്നെ ആ രണ്ട് കാലുകളുടെയും ഇടയിൽ നിന്ന് അത് തന്നെ ആ ഭാഗമാണ് തൈറോയിഡും പാരാതൈറോയിഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗം. ആ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സീഡ് തെറാപ്പി ചെയ്യാം അവിടെ. അത് റിഫ്ലക്സോളജിയിൽ വരുന്ന വേറൊരു ഹോം റെമഡി എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആവശ്യമെങ്കിൽ അവിടെ സീഡ് വെക്കാം, ആവശ്യമെങ്കിൽ നമുക്ക് നീഡിൽ ചെയ്യാം, ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ കുരുമുളകിന്റെ ഇത് വെക്കാം. അങ്ങനെ ഒരുപാട് പിന്നെ മാഗ്നറ്റ് വെക്കാം. അങ്ങനെ ഒരുപാട് പ്രോബ്സുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് അവിടെ എന്താ തൈറോയിഡ് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്ന് നോക്കിയതിനു ശേഷം നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ചോദിച്ചോളൂ. മാഡം, പിന്നെ അൾസർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എവിടെയാണ് നമ്മൾ കൂടുതൽ ഈ അൾസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നത് എവിടെയാണെന്നുള്ളത് ഒന്ന് നോക്കും. വയറ്റിലാണല്ലോ നമുക്ക് സാധാരണഗതിയിൽ അൾസർ ഉണ്ടാകുന്നത്. അപ്പോ വയറിന്റെ ഭാഗം നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ട്, വയറിന്റെ ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ട് ഒരു സെക്കൻഡ് നോക്കണം. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ മാം, അതായത് ബിലോ ഡയഫ്രം, ഈ പോയിന്റ് കാണുന്ന ബിലോ ഡയഫ്രം എന്ന് പറയുന്ന ഏരിയ, ഈ ഏരിയയില് നമ്മൾ മർദ്ദം ചെലുത്തുക. ഈ ഏരിയ കണ്ട ഗ്രീനിഷ് കളറിൽ കാണുന്ന ഇവിടെ നിന്ന് നമ്മുടെ ഈസോഫാഗസിന്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ കണ്ട, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയി, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഗ്രീനിഷ് ആയിട്ട് കാണുന്ന ഈ ഭാഗം നമുക്ക് നന്നായിട്ട് മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അൾസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെറും മർദ്ദം ചെലുത്തിയത് കൊണ്ട് മാത്രം പോകില്ല മാം. അതിൻ്റെതായിട്ടുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫുഡിങ്, അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു ഇത്, അതൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ശ്രദ്ധിച്ചതിന്റെ അതിന് കൂടെ തന്നെ നമ്മൾക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഇതും കൂടി ചെയ്യാവുന്നതാണ്. ഓക്കെ മാഡം, താങ്ക് യു. മാഡം ഒന്ന് ചോദിച്ചോട്ടെ, ഈ റിഫ്ലക്ടോളജി നമ്മൾ മർദ്ദം കൊടുക്കുകയാണ്. അപ്പൊ ഈ മർദ്ദം കൊടുക്കുന്നതിന് മറ്റെന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ ഇതിനകത്ത്? അതെയോ നമുക്ക് യൂസ് ചെയ്യാം സാർ, യൂസ് ചെയ്യാം. മറ്റെല്ലാ ഉപകരണങ്ങളും നമുക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടല്ലേ? ഓക്കെ. കാരണം പർട്ടിക്കുലർ ആയിട്ട് ആ സ്പോട്ടിലൊക്കെ വരണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പറ്റത്തില്ലല്ലോ. മർദ്ദം ചെലുത്തി നമുക്ക് അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്മൂത്ത് ആയിട്ടുള്ള ഇതിന് നമുക്ക് നമ്മുടെ കൈ യൂസ് ചെയ്യാം. മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിനുള്ള ടൂളുകൾ ലഭിക്കുന്നതാണ്. കൃത്യമായി ഈ സ്ഥാനങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് എടുത്ത് പഠിക്കുന്നത്. അതെ അതെ, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് സാർ പറയാൻ വേണ്ടിയിട്ട്. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ കിടത്തണം, ഏത് രീതിയിലാണ് അവരെ ഒരുക്കി കൊണ്ടുവരേണ്ടത് എന്നല്ലാത്ത രീതിയിൽ. ഏതായാലും പുതിയ സംവിധാനത്തിന് ഇതുപോലെ ഒരു വിവരം തന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഒരു ഗൈഡ് ലൈൻസ് അത് തന്നെയല്ല, അതിന് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബേസ് കിട്ടുന്നതിന് വളരെയധികം ഫിലിം സാറിന്റെയും ഈ ഫിലോമിന മാഡത്തിന്റെ ഇത് വളരെയധികം ഉപകരിച്ചു. കാരണം അന്ധമായിട്ട് ഏതെങ്കിലും മറ്റേതെന്ന് പറയുന്ന പോലെയല്ല, ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ബേസ് ഉണ്ടെന്നും അതുവഴിയാണ് ഇത് ചെയ്യുന്നതെന്നും പറയുന്നത് തന്നെ വളരെയധികം യൂസ്ഫുൾ ആയ ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു. ഓക്കെ സാർ, ചോദ്യത്തിന് സാർ ആ ടൂൾസിന്റെ പേര് ഞാൻ പറയാം. അതിനെ ഉഡൻ ജിമ്മി എന്നാണ് വിളിക്കുക. ഉഡൻ ജിമ്മി ടൂൾസുകൾ ഉപയോഗിക്കുന്നതിന് ബിദുവിനെ ക്ലാസ്സുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയൂ. ആ ക്ലാസ്സുകൾ വ്യത്യസ്ത ലെവലിലുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. അപ്പൊ ബേസിക് ലെവല്, അഡ്വാൻസ്ഡ് ലെവല്, പിന്നെ SRCയുടെ കോഴ്സായിട്ട് അക്കാഡമിക് ലെവൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ പഠിക്കാം. ഇനി അതല്ല, റിഫ്ലക്സോളജി മാത്രം ഒന്ന് മനസ്സിലാക്കണം എന്ന് പഠിക്കണമെങ്കിൽ 2 day ക്ലാസ് 3 day ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അതിനനുസരിച്ച് അറിയിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പൊതു ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അത് അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ ഞാൻ സാറിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ആ ക്ലാസ് ചെയ്യുമ്പോഴാണ് ഈ റിഫ്ലക്സോളജിക്ക് ചില പ്രീ റിക്വസിറ്റ്സ്, ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഓയിൽസ് ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു ഓയിൽ ഉപയോഗിച്ച് വാഷ് ചെയ്യാനുള്ള ടബ് വേണം, വെള്ളം വേണം, ഓയിൽ വേണം. എന്നിട്ട് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യണം, കാലിനൊന്ന് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, ആ ഓർഡറിൽ വേണം ചെയ്യാൻ. അപ്പോഴേ അതൊരു സാന്ത്വന വെൽനസ് തെറാപ്പി ആവത്തുള്ളൂ. അത് എല്ലാവർക്കും ചെയ്യാം, അസുഖം ഉണ്ടോ ഇല്ല എന്നല്ല, എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോഡി മസാജ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് ആണ് ഫുഡ് സ്പാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളികളൊക്കെ തായ്ലൻഡിലൊക്കെ പോയിട്ട് വലിയ മസാജ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ പോലെ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട്. നമ്മുടെ മലയാളികൾക്ക് അറിഞ്ഞു വരണം. ഇവിടെ അങ്ങനത്തെ സെന്ററുകൾ ഇനി വരേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും എനിത്തിങ് സർ, നമ്മൾ ഈ മസാജ് ചെയ്യുമ്പം റൈറ്റും ലെഫ്റ്റും ലെഗ് ചെയ്യണോ? അതെ മാം, ഇത് ബോഡിയുടെ 2 പാർട്ടുകളാണ്. റൈറ്റും ലെഫ്റ്റും എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ തുല്യമായിട്ട് 2 ഭാഗമാക്കി കഴിഞ്ഞാൽ റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾക്ക് കാണപ്പെടുന്ന ഒരുപാട് അവയവങ്ങൾ നമ്മൾക്കുണ്ട് അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന അവയവത്തിനെ റൈറ്റ് സൈഡിൽ തന്നെ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉള്ള അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള അവയവത്തിന്റെ ഉത്തേജന കേന്ദ്രം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. 2 സൈഡും നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. തൈറോയിഡിന്റെ ചോദിച്ചല്ലോ, അതാ ഞാൻ ചോദിച്ചത്. തൈറോയിഡ് നമുക്ക് രണ്ട് ലെഗിലും ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. ഓക്കെ. ഹലോ മാം, ഇപ്പൊ നമ്മള് ഫിസിക്കൽ പ്രോബ്ലംസിനാണ് നമ്മളിപ്പോ എത്ര നേരവും സൊല്യൂഷൻസ് റിഫ്ലക്സോളജി വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മെന്റൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആങ്സൈറ്റി, ഫിയർ, അതുപോലത്തെ അതിനൊക്കെ വളരെ, അത് ഞാൻ പറഞ്ഞല്ലോ, മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ് മാം. ഏറ്റവും നല്ല എന്താ ഒരു തെറാപ്പിയാണ് റിഫ്ലക്സോളജി. നമ്മളുടെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു തെറാപ്പിയാണ്. ശരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആവും. നമ്മളുടെ ഓരോരോ അവയവങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് ഓരോരോ എന്താ പറയാ സ്വഭാവങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ മാനസികമായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഡിപ്രഷൻ, പോലെ ഫിയർ, അതുപോലത്തെ ഓവർ ജോയ്, ഓവർ എക്സൈറ്റ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ഇതിലേക്ക് പുറത്തു വരാൻ കഴിയും. എന്താന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തലാമസ്, ഹൈപ്പോതലാമസ്, എല്ലാ ഗ്ലാൻഡുകളിനെയും നമ്മൾ ഇതിൻ വഴി ഉത്തേജിപ്പിക്കുകയും ഓരോരോ ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു തെറാപ്പിയാണ് ഇത്. തീർച്ചയായിട്ടും ലഭിക്കും മാം. നമ്മൾ സെപ്പറേറ്റ്. മാം, ഒരു ഡൗട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നമ്മൾ വർക്ക് ചെയ്യുമ്പം അത് റൈറ്റ് ബ്രെയിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നല്ലേ പറയുന്നത്? അപ്പൊ ലെഫ്റ്റ് സൈഡ് ആണോ അതോ റൈറ്റ് സൈഡോ? ഇതിൽ നമ്മൾ നമ്മുടെ അവയവങ്ങൾ കിടക്കുന്നത് ഓരോരോ ഭാഗത്താണല്ലോ. അപ്പോ 2 ഭാഗത്തും നമ്മൾ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉത്തേജിപ്പിക്കണം. 2 ഭാഗത്തും ഉണ്ട്. ഇത് ഫുൾ ബോഡിയാണ്. ഇപ്പൊ കേട്ടിട്ട് ഞാൻ പറഞ്ഞതാ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ്. അതെ, മനസ്സിലായി. അവയവം ഇരിക്കുന്ന ഭാഗമാണ്. ഇപ്പൊ നമ്മള് റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലിവർ ഇരിക്കുന്നത്. ഓക്കെ, ലിവർ റൈറ്റ് സൈഡിലാണ് ലിവർ ഇരിക്കുന്നത്. അപ്പൊ ലിവർ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ അതിന്റെ പ്രവർത്തനം ചെയ്യണം. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വേറൊരു അവയവം ഇരിപ്പുണ്ട് ഓൾറെഡി. ഈ നമ്മുടെ നെർവ് സിസ്റ്റം ആണ് ഓരോ സ്ഥലത്തിലേക്ക് നമുക്ക് നെർവ്സിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തിരിക്കുന്ന നെർവ്സ് ചെയ്യുമ്പോഴാണ് ഇത് ക്രോസ്ഡ് ആയിട്ട്, ഇവിടെ നിന്നും ക്രോസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഭാഗത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവയവങ്ങളുടെ സ്ഥാനം മാറുന്നില്ല. അവയവങ്ങൾ അവിടെ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ലിവർ, റൈറ്റ് സൈഡിൽ ഗാൾ ബ്ലാഡർ, ലെഫ്റ്റ് സൈഡിൽ സ്പ്ലീന്, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അവയവങ്ങൾക്ക് മാറ്റമില്ല. ഒരു സംശയം, നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തലത്തിൽ ഉപയോഗിക്കുമ്പോൾ മനസ്സെന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനുണ്ടോ? മനസ്സെന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല സാർ. മനസ്സ് ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ സാർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സിലിരിക്കുന്നു. ഓക്കെ, സാറിന് ഒരു ചെറിയ ഫോൺ വരികയാണ്, വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു. ഓക്കെ, വീട്ടിൽ നിന്ന് ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി, വീട്ടിൽ നിന്നൊരു കോള് വന്നു, പെട്ടെന്നൊരു കോള് വന്നു. ആ കോളില് കുറച്ചൊരു എന്താ പറയാ
എന്താ അതിന് പറയാ, സാറിന് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് എത്തണം, അങ്ങനെയുള്ള ഒരു ഏർജന്റ് കോളാണ് സാറിന് വന്നത്. സാറിന്റെ മനസ്സ് എവിടെ ഉണ്ടാവും? എന്റെ മനസ്സ് അവിടെയായിരിക്കും. ആ, അത് തന്നെ. അപ്പം മനസ്സിനൊരു സ്ഥിരതയില്ല. മനസ്സ് എവിടെ വേണമെങ്കിലും ചാടി കളിക്കുന്ന കുരങ്ങനെ പോലെയാണ്. ഏത് നിമിഷം എവിടെ വേണമെങ്കിലും പോകാം. എനിക്ക് അസഹനീയമായിട്ടുള്ള മുട്ടുവേദന എന്ന് വെച്ചോ, മുട്ടുവേദനയാണ്. അപ്പൊ എന്റെ മനസ്സ് ആ മുട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ മനസ്സെന്ന് പറയുന്നതിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമോ അല്ല സ്ഥിരമായിട്ടുള്ള ഒരു സംഭവം ഇല്ല. മനസ്സെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്താണ് മനസ്സ് നിൽക്കുന്നത്. നമ്മുടെ ചിന്താഗതിയാണ്. ഇവിടെ ചോദ്യം അതല്ല, ഇവിടെ നമ്മൾ അസ്വസ്ഥമായ മനസ്സുമായി വെച്ചുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഫലിക്കും എന്നുള്ളതാണ്. ഏത് പോയിന്റ് മസാജ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അസ്വസ്ഥമായ മനസ്സ് വെച്ചുകൊണ്ട് നമുക്ക് വേറെ ആളുടെ അവയവങ്ങള് കാലില് പ്രഷർ കൊടുത്താൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ആവില്ല എന്ന്. നമ്മൾ അസ്വസ്ഥരായിരിക്കാൻ പാടില്ല. തെറാപ്പിസ്റ്റുകൾ ഒരിക്കലും അസ്വസ്ഥരായിട്ട് മറ്റൊരാളുടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും പാടില്ല. നമ്മൾ അസ്വസ്ഥരാണെങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുക. നമ്മളുടെ അസ്വസ്ഥത മാറ്റിയിട്ട് നമ്മളെപ്പോഴും തെറാപ്പിസ്റ്റുകൾ എപ്പോഴും നോർമലായിരിക്കണം. അവരെപ്പോഴും എന്താ പറയാ, മറ്റൊരു ട്രീറ്റ്മെന്റിന് പോകാൻ നേരത്തെ അവര് മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാന്തരായിരിക്കും. എന്നാൽ മാത്രമാണ് അത് ആ ചെയ്യുന്ന രോഗിയാണെങ്കിൽ പേഷ്യന്റ് ആണെങ്കിലും അവർ കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആൻസൈറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു പ്രശ്നത്തിൽ എന്റെ മുമ്പിൽ നാളത്തെ ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്ത് എനിക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിൽ റിഫ്ലക്സോളജിയുടെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് ഇത് മുന്നോട്ട് ചെയ്യുന്നത്? സാറ് റിഫ്ലക്സോളജിയുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സാറിന് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് സാറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ആങ്സൈറ്റി ഡിപ്രഷൻ സാറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, സാറ് ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മർദ്ദം ചെലുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ മൈൻഡ് അങ്ങനെ കൂളായി വരുന്നത് കാണാമെന്ന് ഞാൻ പറയുന്നു. ഫസ്റ്റ് വിരലായിരിക്കുമല്ലോ നല്ലത്, ഹെഡ് അല്ലേ അത്? അതെ മാം, ഹെഡിന്റെ 2 ഭാഗവും അതുപോലെ തന്നെ നമ്മൾ ലങ്സ്, ഹാർട്ട് ഇല്ല ആ ഭാഗം, തൈമസ് ഏരിയ ആ ഭാഗത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് റിഫ്ലക്സ് ഒരു ചെറിയ ഇത് ചെയ്താൽ മതി. നമ്മൾക്ക് അറിയാതെ തന്നെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയിട്ട് ഒരു ഹാപ്പി മൂഡിലേക്ക്, ഒരു ഹാപ്പിനെസ്സിലേക്കെല്ലാം നമുക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞ പല സാഹചര്യങ്ങളും എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെ അല്ല, മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഓർഗൻസും ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ നെർവസിന് പ്രത്യേക രീതിയിൽ മർദ്ദം അപ്ലൈ ചെയ്താണ് ഇതിനെ മാറ്റിയെടുക്കുന്നതല്ലേ പറഞ്ഞത്? അപ്പൊ നെർവിലാണ് ഈ മർദ്ദം കൊടുക്കുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ നെർവ് ഇന്ന ഭാഗത്തു കൂടി പോകുന്ന നെർവ് എവിടാണ് എന്ന് അറിയാവുന്ന ഒരു റിഫ്ലക്ടോളജിസ്റ്റിന് മാത്രമേ ആ പർട്ടിക്കുലർ സ്പോട്ടില് എന്തുമാത്രം മർദ്ദം കൊടുക്കുന്നു എന്ന് അറിയാൻ പറ്റും. അതാണ് പറയുന്നത്, നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെയാ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നെർവിനെയാണ് റിഫ്ലക്ടോളജി നെർവിനെയാണ് കൊടുക്കുന്നത്. ആ ഏത് നെർവിനെ എന്തുമാത്രം മർദ്ദം കൊടുക്കണം, ഏത് അവയവത്തിനെയാണ് ക്യൂർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്യണം അല്ലേ? ഓക്കെ, അതെ തീർച്ചയായിട്ടും. ശരിക്കും ഒരു സ്വിച്ച് ആണ്. ആ സ്വിച്ചാണ് സാർ, സ്വിച്ചാണ് ഡെഫിനറ്റ്ലി ഒരു സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുക. അതെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കാം അല്ലെ? മനസ്സിലായെങ്കിൽ എന്റെ ഭാഗ്യം. ഇല്ല മാം, ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പൊസിഷൻസ് കണ്ടെത്തുക, അതിനുള്ള ക്ഷമ ഉണ്ടാകുക. അസുഖം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറുള്ളൂ. തീർച്ചയായിട്ടും. അതെ തീർച്ചയായിട്ടും. സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണം ഇങ്ങനെ ഒരു സീസൺ ഉണ്ടെന്ന്. അതാണ് ഈ കുഴപ്പം. അത് അറിയാത്ത, അത് സ്ട്രെയിറ്റ് ആയിട്ട് കേൾക്കുമ്പോഴാണ് ഈ ഡൗട്ടുകളൊക്കെ ഒത്തിരി വരുന്നത്. സൈനബാബ എന്തോ പറഞ്ഞിരുന്നല്ലോ? സൈനബാബ അതെ, ഇതിന് ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് സെന്റേഴ്സ് ഉണ്ടോ നമുക്ക് കേരളത്തില്? ആധികാരികമായിട്ട് നമ്മളുടെ SRC പഠിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് ഈ എല്ലാ പോർഷൻസുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് SRC പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇതിൽ അനൗൺസ് ചെയ്തിരുന്നു, ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറഞ്ഞ്. ഇവർ ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു. ഇത് മാത്രമായിട്ടല്ല, എല്ലാ തെറാപ്പികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പല തെറാപ്പികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇതിപ്പം നമ്മൾ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബിദു സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ.
റിഫ്ലക്സോളജി അതിന് എന്ന് വേണ്ടിയിട്ടുള്ള പറഞ്ഞ റിഫ്ലക്സോളജി. ടൈറ്റിൽ എത്ര കോഴ്സ്, എത്ര തെറാപ്പികളുണ്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്ന റിഫ്ലക്സോളജി ഒരുപാടുണ്ട് സാർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മുഖത്ത് റിഫ്ലക്ഷൻ വരുന്ന, നമ്മുടെ ശരീരത്തിൽ റിഫ്ലക്ഷൻ വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾക്ക് ഈ റിഫ്ലക്സോളജിയുടെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ചെവിയിലുണ്ട്, മൂക്കിലുണ്ട്, മുഖത്തുണ്ട്, നമ്മുടെ സ്കാൽപ്പിലുണ്ട്, നാക്കിലുണ്ട്, അങ്ങനെ കയ്യിലും കാലിലുമുണ്ട്. അങ്ങനെ ഇതൊക്കെ നമുക്ക് റിഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ നമ്മുടെ അവയവങ്ങളുടെ വാല്യൂസും നമുക്ക് കാണാൻ കഴിയും. അത് ഓരോന്നും നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇവിടെയാണല്ലേ ഉള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. ഫിലോമിന മാമിനെ ഒന്ന് പരിചയപ്പെടുത്തുക. എവിടെയാ സ്ഥലം? തൃശ്ശൂർ. സാർ ഞാൻ തൃശ്ശൂരാണ് സാർ. തൃശ്ശൂരിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. പഠിച്ചിട്ടിരിക്കുന്നത് കന്നഡയാണ്. അപ്പൊ എന്റെ ഗ്രാജുവേഷൻ ഒക്കെ അവിടെ ബാംഗ്ലൂരിലാണ് കഴിഞ്ഞത്. ഇവിടെ വന്നിട്ടാണ് മലയാളം പഠിച്ചെടുത്തത്. സോ അത് നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വയ്യല്ലേ? ഓക്കെ. പക്ഷെ ബേസിക്കലി ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഐ എം മലയാളി. അതാണ് പഠിച്ചതും വളർന്നതും ഒക്കെ കർണാടക. റിഫ്ലക്സോളജിയുമായിട്ട് എല്ലതും അക്യുപഞ്ചർ ആണ് സാർ. റിഫ്ലക്സോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാ പിന്നെ സ്മോൾ പോർഷൻസും അതായത് പഠിച്ചിട്ടുണ്ട്. മാഡം ഇതൊരു ഈ ചോദ്യത്തെ ആ രീതിയിൽ കണ്ടാൽ മതി. ഈ നമ്മുടെ ഇപ്പൊ ഈ കാലില് ഈ അവയവങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഈ റിഫ്ലക്സോളജിസ്റ്റുകളും ഈ സങ്കേതവും അല്ലാതെ വേറെ ഏതെങ്കിലും മെഡിക്കൽ ആളുകൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഈ ഒരു തിയറിയെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ മെഡിക്കൽ ആളുകൾ ഇത് ആരും അംഗീകരിക്കുന്നുണ്ടോ എന്ന് നമ്മള് ഇതുവരെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല സാർ. അവര് ചിലപ്പോ അംഗീകരിക്കാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല മാഡം, ഞാനത് മറുപടി പറയാം. അത് ഞാൻ എന്റെ ആമുഖ പ്രസംഗത്തില് നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പറഞ്ഞപ്പം ഇതിന്റെ സോൺ തെറാപ്പിയുടെ ഫൗണ്ടർ ഡോക്ടർ MD വില്യം ഫിറ്റ്സ് ജെറാൾഡ് ആണ്. അതിനുശേഷം അതിന്റെ അടുത്ത ലെവല് ഡെവലപ്പ് ചെയ്തത് യൂനിസിംഗാം ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മലയാളികളിൽ ഡോക്ടേഴ്സ് തിരിഞ്ഞു നിൽക്കുന്നു. അത് സയൻസിന്റെ കുഴപ്പമല്ല, ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദ മലയാളി ഡോക്ടേഴ്സ് എന്നാണ് എനിക്കത് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. കാരണം ഇതിനകത്ത് എല്ലാ ഉത്തരങ്ങളും ഉണ്ട്. അമേരിക്കയിലെ ഡോക്ടറാണ് ഇത് ഫൗണ്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കൂ, ഇന്ത്യ നോക്കൂ, നോർത്ത് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഇത് പഠിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ സെഷനിൽ ഒരുപാട് പറഞ്ഞു, കേരളത്തിലെ മലയാളികളിലെ ഡോക്ടേഴ്സ് എന്തുകൊണ്ട് ഈ സയൻസ് പഠിക്കുന്നില്ല? ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അത് മറ്റതുപോലെ സമ്മതിക്കുന്നില്ലല്ലോ. അതാ പറഞ്ഞ അത് അവന്റെ പ്രോബ്ലം ആരാണ്? വേർ ഇസ് ദ പ്രോബ്ലം? അത് അവരോട് ചോദിക്കുക. നിങ്ങൾ മെഡിക്കൽ ഡോക്ടേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നില്ല? അവരാണ് ഉത്തരം പറയേണ്ടത്, ഞങ്ങളല്ല ഉത്തരം പറയേണ്ടത്. ഇതിന്റെ ഫൗണ്ടേഴ്സ് ഡോക്ടറാണ്, MD ഹോൾഡർ ആണ്. ഇതിന്റെ റിഫ്ലക്സോളജിസ്റ്റ് യൂനിസിംഗാം ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എന്തുകൊണ്ട് മലയാളി ഡോക്ടേഴ്സ് ഇത് പഠിക്കുന്നില്ല എന്ന് ഞാൻ ചോദ്യം ഉന്നയിക്കുകയാണ്. അത് അവരുടെ ചോദിക്കാൻ നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ ആളല്ല. സയൻസ് MBBS ആയുർവേദം, അലോപ്പതി, മറ്റേ വേറെ ഏതാണ്ടല്ലോ, അതൊക്കെ അവർക്ക് അവരുടെ ഒപ്പം കൂട്ടാൻ ബുദ്ധിമുട്ടായിട്ടാണല്ലോ പോകുന്നത്. അല്ല, ഒരു സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ്. അതിനെ കുറിച്ച് അറിയത്തില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. അതല്ല, അത് മാത്രമല്ല, മലയാളി ഡോക്ടേഴ്സിൽ എല്ലാം വരുന്ന ഒരു അഹംഭാവം ഉണ്ട്. അത് മാറ്റിയാൽ, ഇത് പഠിച്ചാൽ അവർക്ക് ഗുണമാണ്, മലയാളികൾക്ക് ഗുണമാണ്, ഇത് ലോകത്തിന് ഗുണമാണ്, ജനസമൂഹത്തിന് ഗുണമാണ്, ജനസഞ്ചയത്തിന് ഗുണമാണ്, ആഗോള സമൂഹത്തിന് ഗുണമാണ്. ഇത്ര മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ഞാൻ അതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഫൗണ്ടർ ഇസ് ഡോക്ടർ MD. ഒന്നും അറിയാത്ത ആളല്ല. ഫീസ് ഫ്രം അമേരിക്കൻ, യൂറോപ്യൻ നാട്. പിന്നെ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ഡോക്ടേഴ്സ് പോയി ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുന്നില്ല? ഇതിന്റെ ഫൗണ്ടേഴ്സ് നമുക്ക് പ്രത്യാശിക്കാം എല്ലാവരും ഇതൊക്കെ പഠിച്ച് അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നോക്കാം, കുഴപ്പമില്ല. നമ്മളതൊരു ചോദ്യമായിട്ട് ഉന്നയിക്കണ്ട, വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറലായിട്ട് ഇത് എല്ലാവർക്കും പരിചയമാകും, മനസ്സിലാകും. പിന്നെ ഇത് റിസൾട്ട് ആണ്. ഈ റിസൾട്ട് എത്രമാത്രം നമുക്കറിയാം, രോഗമുള്ളവർക്ക് മാത്രമേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ, രോഗമില്ലാത്തവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പം രോഗമുള്ളവർക്ക് ഈ ഒരു ചികിത്സാ സംവിധാനം ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. സോ അതാണ് അതിന്റെ സിസ്റ്റം. മറ്റേത് ഓൾറെഡി അക്രഡിറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിന് കുറച്ച് ഇന്റർവെൻഷൻസ് ആവശ്യമുണ്ട്. ബിദിൻ അതുപോലത്തെ ഒരു യാത്രയിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്.
സാർ ഒരു ചെറിയ തിരുത്ത്, രോഗമില്ലാത്തവർക്ക് ഈ സയൻസ് ഹെൽപ്ഫുൾ ആണെന്നും കൂടെ എനിക്ക് പറയാം. വരാതിരിക്കാൻ പ്രിവെൻഷൻ, പ്രിവെൻഷൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാം സാർ. തീർച്ചയായിട്ടും സിറ്റുവേഷൻ ആണ്. സോ ഓക്കെ, താങ്ക് യു ഫിലോമിന മാം ആൻഡ് മിഥുൻ. വളരെ സന്തോഷം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറഞ്ഞ തലത്തിൽ നമുക്ക് വീണ്ടും കാണാം. നാളത്തെ നമ്മുടെ ക്ലാസ് മനുഷ്യൻ ഉഭയജീവികളോ, ഒരു ഇക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. ജയരാമൻ സാറാണ്, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ഇതിനു മുമ്പ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എനർജി ബേസ്ഡ് ആയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചുള്ള സാറിന്റെ ഒരു പഠനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിക്ക് അത് കാണാം. അപ്പോൾ വൺസ് അഗെയിൻ ഫിലോമിന മാം താങ്ക് യു, വിതിൻ താങ്ക് യു, ചേർന്ന എല്ലാവർക്കും നന്ദി. തീർച്ചയായും ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ വിതിൻ നമ്മൾ അറിയിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. Okay, thank you, ma'am. Thank you very much. Thank you, sir. Thank you so much. Good night. See you. Thanks to all. Okay.